നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചന ധ്യാനത്തിനായിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ്. പുതുതായി ചില പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിൽ കടന്നു വരുമെന്ന് പറഞ്ഞിരുന്നു. അവർ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും വിശേഷാൽ വന്ദനം, സ്വാഗതം. അതുപോലെ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകേണ്ടത്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഒരു 3-4 ആഴ്ചയായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ വാക്യം ഒരു കുറിവാക്യം പോലെ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ പോലെ അവിടെ കിടക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങൾ, ആ വാക്യം ശ്രദ്ധാപൂർവം കേൾക്കുക. എന്നിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പുകൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നാൽ പ്രിയമുള്ളവരെ, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാൻ സാധ്യതയുണ്ടെന്ന് ദൈവസഭയുടെ അപ്പോസ്തലനായ പത്രോസാണ് പറയുന്നത്. അതൊരു മുന്നറിയിപ്പാണ്. ആസിയയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ഒക്കെയുള്ള പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ആ മുന്നറിയിപ്പിനെ ആസിയയിലും പൊന്തോസിലും ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെല്ലാ കാലവും എക്കാലത്തും എവിടെയും അവിടെയുമുള്ള സഭകൾക്ക് ബാധകമായ കാര്യമാണ്. സൂക്ഷ്മതയുണ്ടായിരിക്കണം. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, വലിയവനായ ദൈവത്തിൻ്റെ ഹിതമാണ് മന്ന കൊണ്ട് തൻ്റെ ജനം വാഗ്ദത്ത ഭൂമിയിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ ജനം കരഞ്ഞ് അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. ഈ ഇറച്ചി അവർക്ക് കൊടുത്തു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പൂരിപ്പിക്കാനുണ്ട്. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 1-2 കാര്യം സൂചിപ്പിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സഹോദരൻ ഒരു പിക്ചർ അയച്ചു തന്നു. ആ പിക്ചർ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു ചർച്ചുമായി ബന്ധപ്പെട്ടൊരു പിക്ചറാണ്. ആ പിക്ചർ ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലിട്ടു. അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർത്ത് അടുത്ത ഒരിതായിട്ട് ഒരു 2 സെൻറ്റൻസും കൂടി എഴുതി. ആ സെൻറ്റൻസിൽ എഴുതിയത്, അതായത് മോശയും ഫറവോനും കൂടെ ചേർന്ന് ആലയം സമർപ്പിക്കുന്നു എന്നുള്ള ഒരു അതിശയ ചിഹ്നവും കൂടെ ഇട്ടായിരുന്നു. അതിനു മുൻപ് ഈ പിക്ചർ നമ്മുടെ സഹോദരങ്ങൾ ധാരാളം പേര് കണ്ടു. ചിലർക്ക് മനസ്സിലായി കാണും, ഒരു 2-3-4 പേർക്ക് മനസ്സിലായി കാണും. 100-ൽ താഴെ ആളുകൾ അത് കണ്ടിരുന്നു. അതായത് ഞാനുമായിട്ട് അടുപ്പമുള്ളവരും എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്കൊന്നും കാര്യമായിട്ട് മനസ്സിലാകാനുള്ള സാധ്യതയില്ല. കാരണം അവർ മറ്റൊരു പശ്ചാത്തലത്തിലാണ്. ഒരു സുറിയാനി പാരമ്പര്യത്തിൽ നിൽക്കുന്ന മനുഷ്യരാണ്. അവിടെ ഈ പിക്ചറും കണ്ടിട്ട് പിന്നെ ഞാൻ എഴുതിയതും കണ്ടിട്ട് ഒന്നും പിടികിട്ടാൻ പോകുന്നില്ല. അതേസമയം നാളുകളായിട്ട് എന്നെ ശ്രവിക്കുന്ന ചില സഹോദരങ്ങൾ എന്നോട് എഴുതി ചോദിച്ചു, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ തിരിച്ചൊന്നും പറയാൻ പോയില്ല. എന്നാ പറയാനാ? അതായത് ആ പിക്ചറിലുള്ള കാര്യത്തെക്കുറിച്ചല്ല, ചോദിച്ച നിങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എന്നാ പറയാനാന്ന്. സൗകര്യ പിക്ചർ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിക്കാവോ? ഒരു സിമ്പിളായിട്ടുള്ളൊരു പിക്ചർ. അതിൽ നിന്ന് എന്താ ഇത്ര പറയാനിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ കണ്ടു നോക്ക്. എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് 2 വാക്ക് പറയാം. അത് ആത്മീയ വർധനവിന് ഉതകുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഈ പിക്ചർ കണ്ടു. ഈ പിക്ചർ കണ്ട സ്ഥിതിക്ക് എൻ്റെ ചോദ്യത്തിന് ഫലപ്രദമായ ഉത്തരങ്ങൾ അങ്ങനെ അധികം പേരും പറഞ്ഞില്ല. പ്രിയ തോമസ് ബ്രദർ മാത്രമാണ് ഒരു ആൻസർ പറഞ്ഞത്. ബാക്കിയുള്ളവർക്കൊക്കെ ആൻസർ അറിയാം, അതുകൊണ്ട് അവർ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഞാനത് അങ്ങനെ കൂട്ടിക്കോളാം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ എന്താ ഇത്ര പറയാനിരിക്കുന്ന ഈ പാസ്റ്റർക്ക് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളല്ലേ അത് ഈ പറയാനിരിക്കുന്നത്. ഇനി അവിടെ ഇരിക്കുന്ന എല്ലാം റെവറൻഡ് പാസ്റ്റേഴ്സാണ്. അവർ വലിയ പഠനമുള്ളവരാണ്, വലിയ കഴിവുള്ള ആൾക്കാരാണ്. പെന്തക്കോസ്തിൻ്റെ ആദ്യകാല വക്താക്കളുടെ മക്കളൊക്കെയാണ് ഇന്ന് ഈ പ്രായമുള്ളവരായി നമ്മൾ കാണുന്നവരൊക്കെ. അവരുടെ ഒന്നും മുമ്പിൽ നിൽക്കാൻ നമുക്ക് ആർക്കും ഒരു യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആലയ സമർപ്പണം. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ചർച്ച് ഇനാഗുറേഷൻ. ചർച്ച്, ആലയം. അതായത് സഭയുടെ ഉപമാനങ്ങളിൽ
പ്രധാനപ്പെട്ട ചില ഉപമാനങ്ങളുണ്ട്. സഭ ദൈവത്തിൻ്റെ ആലയമാണ്, നഗരമാണ്, അതുപോലെ കൂടാരമാണ്, മണവാട്ടിയാണ്, പുതിയ മനുഷ്യനാണ്, കൃഷിയാണ് എന്നു വേണ്ട, അങ്ങനെ അസംഖ്യ ഉപമാനങ്ങളുണ്ട് ദൈവസഭയ്ക്ക്. ആ ഉപമാനങ്ങളിൽ ഒന്നാണ് സഭയൊരാലയമാണെന്നുള്ളത്. അത് ഗൗരവമായ പഠനമാണ്. കാരണം ആ വിഷയം നമ്മൾ പഴയ നിയമം മുതലാണ് പഠിച്ചു വരുന്നത്. ദൈവത്തിൻ്റെ ആലയം അഥവാ മന്ദിരം അല്ലെങ്കിൽ നിവാസം, ദൈവനിവാസം. ശരിക്കും ദൈവനിവാസം എന്ന് പറഞ്ഞാൽ അത് സമാഗമന കൂടാരം മുതലാണ് നമ്മൾ കാണുന്നത്. അപ്പം നിവാസങ്ങൾ എന്ന് തന്നെ പറയണം. ദൈവത്തിൻ്റെ നിവാസങ്ങൾ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ സമാഗമന കൂടാരമുണ്ട്, പിന്നീട് യെരൂശലേം ദേവാലയമുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ പറയുന്നതാണ് ദൈവസഭ എന്നുള്ളത്. തുടക്കം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ വലിയവനായ ദൈവം തൻ്റെ ഭക്തന്മാരോട് കൂടെ നടന്നിട്ടുണ്ട്. ഹാനോക്കിനോട് കൂടെയും നോഹയോട് കൂടെയും അബ്രഹാമിനോട് ഇസഹാക്കിനോടൊക്കെ കൂടെ ദൈവം നടന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം അവർ കേൾക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. എന്നാൽ വലിയവനായ ദൈവം അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെ അഥവാ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ നടുവിൽ പാർക്കാൻ ആഗ്രഹിച്ചു. അതാണ് പുറപ്പാട് ദിവസം 25 മുതൽ നമ്മൾ പഠിക്കുന്നൊരു വിഷയം. അവിടെയാണ് ഈ ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം എന്നുള്ളൊരു വിഷയം വരുന്നത്. നമ്മളതിൻ്റെ പഠനത്തിലൊക്കെ ഒത്തിരി ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആ കാരണത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ആ സങ്കടത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളിത് പറഞ്ഞെന്നുള്ളൂ. അവരെ ആരെയും ഏതെങ്കിലും വിധത്തിൽ ഹരാസ് ചെയ്യാനോ അപമാനിക്കാനോ ഒന്നുമല്ല ഈ ഒരു കാര്യം. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ വചനത്തിൽ ഉറപ്പിക്കണം. എനിക്ക് ആ പിക്ചറിൽ കാണുന്നവരോടൊന്നും അല്ല എനിക്ക് കൂറ് എൻ്റെ മുമ്പിലിരിക്കുന്നവരോടാണ്. എൻ്റെ മുമ്പിലിരിക്കുന്നവരും എന്നെ പിന്നത്തേത് കേൾക്കുന്നവരുമായ ആളുകളോട് കർക്കശ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. വചനം വെളിപ്പെട്ട് കിട്ടാത്തതുകൊണ്ടുള്ള മണ്ടത്തരങ്ങളാണ് ഈ അച്ചടിച്ചു ചർച്ചിൻ്റെ ഇനാഗുറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 2000 വർഷം പിന്നിൽ സംഭവിച്ചു കഴിഞ്ഞു. അതങ്ങ് മർക്കോസിൻ്റെ ആ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഉദ്ഘാടനം ചെയ്തതാണ്. പിന്നീട് സഭയുടെ ഉദ്ഘാടനം എന്ന് പറയുന്നൊരു പരിപാടിയില്ല. ചില സ്ഥലത്ത് നമ്മൾ ഈ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ആളുകൾ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചില പ്രിയപ്പെട്ട ദേവദാസന്മാരൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവരൊക്കെ ഈ കൺവെൻഷനുകളിൽ കൂടെ പോകുന്നവരാണ്. അവിടെ കൺവെൻഷൻ, ഇവിടെ കൺവെൻഷൻ, അയൽവക്കത്ത് കൺവെൻഷൻ, മറ്റേ സംഘടനയുടെ കൺവെൻഷൻ, ഇവിടെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാനും ഈ അടുത്തിടയ്ക്കൊക്കെ ചില കൺവെൻഷനെ കുറിച്ചൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഇന്ന പാസ്റ്റർ, അതായത് അതിൻ്റെയൊക്കെ ഈ ബ്രോഷർ കാണുമല്ലോ, സീനിയർ പാസ്റ്റേഴ്സ്, സെൻട്രൽ പാസ്റ്റേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. കൺവെൻഷനും ഇതൊക്കെ എത്രയോ നാൾ മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഇനിയൊരു ഉദ്ഘാടനമില്ല സഹോദരങ്ങളെ. ഇതൊക്കെ ആളുകളെ ഓരോരോ കാര്യത്തിൽ കൊള്ളിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ നേരം പോക്കുകളാണ്. അങ്ങനെ ഈ വരുന്ന പാസ്റ്റർമാരെ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന എന്തിനാ? ഏതെങ്കിലും ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ലേ? എല്ലാവർക്കും വേണ്ടിയല്ലേ ആ ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത്? ഈ അപ്പോസ്തലന്മാരെയൊക്കെ കണ്ട് പഠിക്കണ്ടേ ഈ പാസ്റ്റർമാർ? 12 പേരെ അടുത്ത് നിർത്തിക്കൊണ്ട് പത്രോസ് പ്രസംഗിക്കുക. അപ്പോൾ ബാക്കി 11 പേര് ചിന്തിക്കുക, പത്രോസ് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി ഒരു 10 മിനിറ്റ് പ്രസംഗിക്കുമെന്ന്. അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചോ? അവർക്കെല്ലാം വേണ്ടിയാണ് പത്രോസ് പ്രസംഗിക്കുന്നത്. അവരെല്ലാം ആത്മാവിൽ ഒരു ശരീരമായി നിന്നുകൊണ്ട് ഒരേ ഭാഷയിൽ സംസാരിക്കുകയാണ്. പിന്നെ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അത് വേറെ ടോപ്പിക്കുകളാണ്. അപ്പോൾ ചർച്ചിൻ്റെ ഇനാഗുറേഷൻ എന്നൊക്കെ പറയുന്നത് സഹോദരങ്ങളെ, അത് കഴിഞ്ഞു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു പ്രമുഖ സംഘടനയുടെ ഒരു 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 ബിൽഡിങ്ങാണ്, ചർച്ച് ബിൽഡിങ്ങാണ്. ചർച്ച് ഗ്യാദർ ചെയ്യാനുള്ള ബിൽഡിങ്ങാണ്. ഒരു ഷെൽട്ടറാണത്, അല്ലേ? ഒരു ഓഡിറ്റോറിയമാണത്. ഒരുമിച്ച് കൂടാനുള്ള ഒരു സങ്കേതമാണത്. അത് ചർച്ചല്ല. MTHകാരൊക്കെയാണ് ഇരിക്കുന്നത്, ഡോക്ടറേറ്റുള്ള 1-2 പേരായിരിക്കുന്നത്. അവർക്കൊക്കെ അവരുടെ ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ മേലെ. ഞാനും പറഞ്ഞു വന്നാൽ ആ കൂട്ടത്തിൽ ഈ വിശ്വാസ വഴി വന്നയാളാണ്. ആ ചർച്ചിലെ ഒരു മെമ്പർ, പ്രസിദ്ധനായൊരു ദൈവദാസനുണ്ട്. അദ്ദേഹമാണ് എൻ്റെ വിവാഹമൊക്കെ നടത്തി തന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം ചിന്തിക്കും, ഈ സജിക്ക് വേറെ ഒരു പണിയില്ല, ചുമ്മാ കൊച്ചു കാര്യങ്ങൾ എടുത്തിട്ടിട്ട് മണ്ടത്തരം പറയുകയാണ് എന്ന് ചിന്തിക്കും പുള്ളിയല്ല, ഏത് പുള്ളികളും അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇത് മണ്ടത്തരമല്ല, കൊച്ചു കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് പെന്തക്കോസ് ലോകത്തൊരു ലാഘവത്വം വന്നതെന്ന് ചോദിച്ചാൽ, ഇത്തരം പഠിപ്പീരുകളോ അല്ലെങ്കിൽ ചിന്തകളോ വെളിപ്പാടില്ലായ്മകളോ ഒക്കെയാണ് ജനത്തെ ഒരു ലാഘവത്തിൽ അഥവാ കെട്ടഴിഞ്ഞ ഒരു അനുഭവത്തിൽ നടക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനിടയായത്. എത്ര സമഗ്രമായൊരു പഠനമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
ദൈവനിവാസത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ആദ്യം കാണുന്നത് സമാഗമന കൂടാരമാണ്. അത് തുണി കൊണ്ടും തുകൽ കൊണ്ടും മരം കൊണ്ടും ഒക്കെയുള്ളൊരു കൂടാരമാണ്. അതൊരു ടെമ്പററി ഷെൽട്ടറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്ന യെരുശലേമിലെ ദൈവാലയമാണ്. അത് തകർന്നു പോയിട്ട് പിന്നെ പണിതു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഞാൻ ഒറ്റ ഹെഡിങ്ങിൽ കൊണ്ടുവരികയാണ് യെരുശലേം ദൈവാലയം എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ആലയം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആലയം അതിൻ്റെ കാര്യപരിപാടി അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നിവാസത്തിൻ്റെ പണി ആരംഭിക്കുകയാണ്. അഥവാ മൂന്നാമത്തെ ആലയത്തിൻ്റെ പണി. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സംഘത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സംഘത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. അത് ഞാനും നിങ്ങളുമാണ്. അല്ലാതെ കല്ലും മണ്ണും കൊണ്ട് കെട്ടിയ ആ ബിൽഡിംഗ് അല്ല സഭ. അതിനെ ഒരിക്കലും സഭയെന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളെ എത്ര പറഞ്ഞാലും അത് പാസ്റ്റർമാരുടെ തലയിൽ കയറില്ല. അവർ കണ്ണുരുട്ടി കാണിക്കുകയുള്ളൂ. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് ഒരു 3-4 ദിവസം ഈ ടാബർനാക്കലിൻ്റെ ഒരു ക്ലാസ് എടുത്തു. 3-4 ദിവസം അവിടെ ഞാൻ ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നിവാസങ്ങളെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് തോന്നുന്നത് 1 മാസമോ അതിനുള്ളിലോ മറ്റോ അവിടെ ഒരു സൺഡേ മീറ്റിങ്ങിൽ എനിക്ക് പോകാനായിട്ട് സാഹചര്യം വന്നു. അങ്ങനെ ഞാൻ ആ സൺഡേയിൽ അവിടെ ചെന്നപ്പോൾ ആ കയറി ചെല്ലുന്ന ആ ഭിത്തിയിൽ അവിടുത്തെ പാസ്റ്ററിൻ്റെ മകൾ തന്നെയായിരിക്കും, കാരണം കയ്യക്ഷരമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലായത്, എഴുതി വെച്ചിരിക്കുകയാണ് ആലയത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന്. ഈ ഹോളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഓക്കെയാ. അപ്പോൾ ആലയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ കിഴക്കുദിക്കില്ലേ, പടിഞ്ഞാറ് അസ്തമിക്കില്ലേ, ഭൂമിയുടെ കറക്കം 23.5 ഡിഗ്രി അക്ഷാംശത്തിലുള്ള കറക്കത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമോ, തേയ്മാനം വരുമല്ലോ ചെയ്യുമോ? അങ്ങനെ പറഞ്ഞെന്നോർത്ത് ഈ കറക്കത്തിനൊന്നും ഒരു കുറവും വരില്ല. പക്ഷെ ഇത് എഴുതുന്ന പുള്ളികളും പുള്ളിക്കാരികളും ഇത് വായിക്കുന്നവരും ഒക്കെ ഇങ്ങനെ കറങ്ങി പോകുന്നു മാത്രമേ ഉള്ളൂ. കറങ്ങി പോകുന്നേ ഉള്ളൂ. ദൈവസഭയെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ കാര്യപരിപാടിയെക്കുറിച്ചൊക്കെ സമഗ്രമായി 2 വാക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നോക്കിയിരിക്കും. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതല്ല, ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് അത് ഹൃദയത്തിൽ അടുക്കടുക്കായിട്ട് അടുക്കി വെച്ച് സമയാസമയങ്ങളിൽ ചോദിക്കുന്നവരോടൊക്കെ മറുപടി പറയാൻ പാകത്തിന് ആത്മീയ വളർച്ചയിലേക്ക് വരണം. അങ്ങനെ വളർച്ചയിലേക്ക് വന്നവർക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും, വലിയവനായ ദൈവം ഇസ്രായേലിൻ്റെ നടുവിൽ വസിക്കാൻ ആരംഭിച്ചു. അതാണ് സമാഗമന കൂടാരത്തിൽ കാണുന്നത്. അതായത് അവരുടെ പാളയത്തിൻ്റെ ഒത്ത നടുക്ക് സമാഗമന കൂടാരം. ആ കൂടാരത്തിൽ ദൈവം വസിക്കുന്നു. ജനമെല്ലാം ചുറ്റുമുള്ള കൂടാരങ്ങളിൽ പാർക്കുന്നു. അത് അവരുടെ പാളയം അഥവാ ക്യാമ്പ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് യെരുശലേം ദൈവാലയം വന്നു. അത് ഒരു പെർമനന്റ് സ്ട്രക്ചറാണ്. അത് കല്ലുകൊണ്ടും പിന്നെ മരം കൊണ്ടും തനി തങ്കം കൊണ്ടും ഒക്കെയാണ് അതിലെ പണികൾ നടക്കുന്നത്. അതാണ് അതിലെ കാഴ്ച നമ്മൾ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് നമ്മൾ പറയുന്നത് നാം ആകുന്ന കൂടാരങ്ങളാണ്, നാം ആകുന്ന ആലയമാണ്, നാം ആകുന്ന ദൈവനിവാസമാണ്. അത് വളരെ സീരിയസ് ആയ പഠനമാണ്. ആ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളുകൾ മാസങ്ങൾ എടുക്കും. അതൊക്കെ നമ്മൾ പഠിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് വരാൻ നമ്മുടെ സൺഡേ മീറ്റിങ്ങിൽ ടാബർനാക്കലിനെ കുറിച്ചുള്ള പഠനം ഏതാണ്ട് 2 വർഷത്തിനടുത്തോ അതിൽ കൂടുതലോ സമയമെടുത്താണത് ധ്യാനിച്ചത്, ചിന്തിച്ചത്. അതായത് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ പാളയത്തെക്കുറിച്ചും പാളയം അടിക്കേണ്ട വിധം മുതലങ്ങ് തുടങ്ങുകയാണ്. പിന്നീട് ഈ കൂടാരത്തിന് ഒരേ ഒരു വാതിൽ, ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്ന ആ ഒരു കാഴ്ച, അങ്ങനെ അകത്തേക്ക് കയറുന്ന ആ സ്ഥലത്തിനാണ് നമ്മൾ പ്രാകാരം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ പ്രാകാര അനുഭവത്തിലേക്ക് വരികയാണ്. മനോഹരമായൊരു പഠനമല്ലേ? അങ്ങനെ ഈ പ്രാകാരത്തിൻ്റെ അവിടെ നിന്ന് നേരെ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണാം. ആ കാഴ്ച എന്താ? ഒരു കൂടാരം, 4 മൂടുശീലകളാൽ മൂടിയിട്ടിരിക്കുന്ന ഒരു കൂടാരം തൊട്ട് മുൻപിലുണ്ട്. ആ കൂടാരത്തിനകത്താണ് വിലപ്പെട്ട കാര്യങ്ങളുള്ളത്. അപ്പം ആ കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ബോധ്യമാണ്. എന്താ ബോധ്യം? അതിനകത്തേക്ക് കയറാനുള്ള ഒരു ആഗ്രഹം, ഒരു വാഞ്ച. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തൊരു പെട്ടകം ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിട്ടുള്ളൂ. യാഗപീഠം വഴിയാണ് നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. ആ താമ്രത്തൊട്ടി നമ്മുടെ വിശ്വാസ സ്നാനത്തെയൊക്കെ കാണിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാകാരത്തിൽ നിൽക്കുകയാണ്. ശൈശവാവസ്ഥയല്ലേ, തുടക്കക്കാരാണ്. അപ്പം ഈ മുൻപോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളിലെ ആ ഒരു വാഞ്ച എന്താ? എനിക്ക് അതിനകത്ത് പ്രവേശിക്കണം. അതായത് അവിടെ കടന്നു വരുന്ന പുരോഹിതന്മാർ, അന്നത്തെ കാലത്തെ കാര്യം പറയുന്നത്, ആ പുരോഹിതന്റെ ആഗ്രഹം എന്താ?
ഈ പ്രാകാരത്തിൽ വന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീട്ടിൽ പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. അതിൻ്റെ അകത്ത് പോയി വിശുദ്ധ സ്ഥലത്ത് ധൂപപീഠമുണ്ട്, ആ ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കണമെന്നുള്ളതാണ്. അതേസമയം മഹാപുരോഹിതൻ്റെ ആഗ്രഹം എന്താ? വർഷത്തിൽ ഒരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തൊന്ന് കടന്നു പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് പഴയ നിയമത്തിൻ്റെ കാര്യം. നമ്മൾ പുതിയ നിയമ വിശ്വാസികളല്ലേ. നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ പറഞ്ഞ അനുഭവത്തിലേക്ക് തുടക്കക്കാരെന്നുള്ള നിലയിൽ ശൈശവാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ഈ ഒരു ബോധ്യം. എന്താ ബോധ്യം? അതിനകത്ത് പെട്ടകമുണ്ട്. പെട്ടകത്തിന് മുകളിൽ കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകൾ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ യാഗപീഠം വഴി നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. തൊട്ടടുത്ത് കാണുന്ന താമ്രത്തൊട്ടി അഥവാ ലേവർ, അതുവഴി നമ്മൾ കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ വാഞ്ചയാണ്, പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യമാണ്. ഇനി നാം കർത്താവിനോട് ചേർന്നു, അവിടെ കൊണ്ട് അവസാനിക്കരുത്, കർത്താവിനോട് പറ്റിച്ചേരണം. അപ്പോൾ അതിന് അനുദിന ജീവിതത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ആ സമർപ്പണാനുഭവത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. 70 ഏറിയാൽ 80 ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ഒരു പോരാളിയെ പോലെ പറയാൻ കഴിയണം, ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു. അങ്ങനെ അനവധി കാര്യങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ നിലയിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. അങ്ങനെ കർത്താവിനോട് പറ്റിച്ചേർന്ന് അവനുമായി ഏകാത്മാവായി തീരുന്നു എന്ന വചനം, ആ വചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിപഥത്തിലെത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ ജയാളികൾ എന്ന നിലയിൽ നമ്മുടെ കർത്താവിനോടുകൂടെ ഒരുമിച്ചിരിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗൗരവമായ പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്, ഗൗരവമായ പഠനങ്ങൾ. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കുന്നത്? ഞാനും നിങ്ങളുമാണ് കൂടാരം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ വസിക്കുന്നു. അതായത് ഈ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുകയല്ലേ. ഇസ്രായേൽ പാളയം നടുക്കത്തോടെയല്ലേ ആ കാര്യങ്ങളൊക്കെ കാണുന്നത്. അവർ നടുക്കത്തോടു കൂടി കണ്ട ആ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാനും നിങ്ങളുമാകുന്ന കൂടാരത്തിൽ, ഈ മൺകൂടാരത്തിൽ വന്നാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വാസം ചെയ്യുന്നത്. നമ്മിലാണ് വാസം ചെയ്യുന്നത്. അതിൻ്റെ ആ സീരിയസ്നെസ് പ്രസംഗിക്കുന്ന പ്രസംഗത്തെക്കാളും നല്ലത് പഠിപ്പിക്കണം, ടീച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് ജനത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. പൗലോസ് യേശുക്രിസ്തുവിനെ ഗലാത്യരുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുത്തതുപോലെ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ നമ്മെ ഓരോരുത്തരെയും ഈ കാര്യങ്ങൾ ധരിപ്പിക്കണം. ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ബോധ്യം ഗൗരവത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അപ്പോൾ ആ ഗൗരവത്തിലേക്ക് കൊണ്ടുവരേണ്ട ആളുകളാണ് പറയുന്നത് ഈ കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയത് ദൈവസഭയാണ്. ഞാനായിട്ട് പറയുന്നതല്ല, അങ്ങനെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് അതെടുത്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വാസ വഴിയിലേക്ക് വന്ന ഒരു കൂട്ടമാണത്. അതുകൊണ്ട് എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട് പറയാൻ. ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ നമ്മുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ഇങ്ങനെയുള്ള അനവധിയായ കാര്യങ്ങൾ പറയാറുണ്ട്. അത് അനേകർക്ക് ബുദ്ധിയുപദേശത്തിന് കാരണമാകുന്നു എന്ന് പലരും പറയുന്നത് കേൾക്കുമ്പോഴാണ് പിന്നെയും പ്രിയപ്പെട്ടവരുടെ കണ്ണു തുറക്കാൻ പാകത്തിന് ബുദ്ധിയുപദേശത്തിന് ഇങ്ങനെ പല കാര്യങ്ങളും പറയാൻ എനിക്കൊരു പ്രചോദനം വരുന്നത്. ഇത് ചെറിയ കാര്യമല്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ദൈവദാസന്മാർ കത്തോലിക്കയിലും ഓർത്തഡോക്സിലും ഒക്കെ അവർക്ക് പള്ളി പ്രാധാന്യമുള്ളതാണ്. പള്ളി ദൈവത്തിൻ്റെ ആലയമാണ്, അത് ദൈവാലയമാണ്. അങ്ങനെ അവർ വളരെ ഭയഭക്തിയിലാണ് അതൊക്കെ കാണുന്നത്. ഭക്തി ആദരപൂർവ്വമാണ് പള്ളി കാണുമ്പോൾ കുരിശു വരയ്ക്കുന്നത്. കാരണം എന്താ? അവർ വിചാരിക്കുന്നത് പള്ളിയിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ പെന്തക്കോസ്തിന്റെ പൂർവന്മാർക്ക് മനസ്സിലായി അത് മഹാമണ്ഡത്തരമാണ്. പള്ളിയിലൊന്നും വസിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അത്യുന്നതനായ ദൈവം മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്നും വന്നു വാസം ചെയ്യുന്നവനല്ല. വാസം ചെയ്തൊരു കാലമുണ്ട്, ആ കാലം കഴിഞ്ഞു. ഈ കാലം എന്ന് പറയുന്നത് ഇത് പുതിയ നിയമകാലമാണ്, കൃപായുഗമാണ്. അതായത് എവിടെയോ കിടന്ന നമ്മയൊക്കെ, വിജാതീയരായിരുന്ന നമ്മയൊക്കെ വലിയവനായ ദൈവം നമ്മെ തൻ്റെ പ്രിയപുത്രനിൽ ദത്തെടുത്ത് നമ്മെ ഓരോരുത്തരെയും തൻ്റെ മന്ദിരങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷയിലേക്ക് വരുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ നിവാസങ്ങളാണ്, മന്ദിരങ്ങളാണ്. അങ്ങനെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് പുതിയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞവരാണ് പെന്തക്കോസ്തിന്റെ പൂർവന്മാർ. അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് കൂടുന്ന ആ സ്ഥലത്തിന് ചർച്ച് ഹോൾ എന്നൊക്കെ പേരിട്ടത്. ഞങ്ങൾ സഭാഹോളിൽ പോകാന്നൊക്കെ പറയും. അത് ഇംഗ്ലീഷ് വാക്കാണ്, അവർക്ക് കാര്യമായി ഇംഗ്ലീഷൊന്നും അറിയില്ല. എന്നിട്ട് പോലും അവർ അന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞു. കാരണം ഇതിൻ്റെ അന്തരം ജനം അറിയണം. ആ കെട്ടിടത്തിലല്ല ദൈവം വസിക്കുന്നത്. ആത്മാവായ ദൈവം എൻ്റെ ആത്മാവിലാണ് വസിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിലെ ആരാധന എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് നടക്കുന്നത്. അതുപോലെ യെരുശലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് ആരാധന നടക്കുന്നത്. അതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്.
വരും ദിവസങ്ങളിൽ പിന്നെയും നമ്മൾ ആരാധന എന്നുള്ളൊരു വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അത് വരുമ്പോൾ കുറച്ചും കൂടെ വിശദമായിട്ട് ആ കാര്യങ്ങൾ അന്നേരം പറയാം. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലെ ആരാധന നടന്നിരുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തും അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തുമാണ്. ആ ആരാധനകളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് റോമാലേഖനം 1:10 പറയുന്നത് പോലെ പൗലോസ് പറയാണ്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം അതിന് സാക്ഷിയെന്ന്. അതായത് ഇപ്പോൾ ആരാധനയുടെ ഇടം മാറി, അത് എൻ്റെ ആത്മാവിലാണ്. എന്നുവെച്ചാൽ ഞാനാകുന്ന കൂടാരം, ഞാനാകുന്ന മന്ദിരം, ആ മന്ദിരത്തിൽ എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ആത്മാവ് വസിച്ചുകൊണ്ട് എന്നെ ആരാധനയിലേക്ക് നയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ ആരാധനയിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുകയാണ്. എങ്ങനെയാ? പരിശുദ്ധാത്മാവ് എന്നെ ആരാധനയ്ക്ക് സജ്ജമാക്കുന്നു. പുത്രന്റെ നാമത്തിൽ പിതാവിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം, അഥവാ മഹത്വം കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കണം. സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ട്. അതിന് കുറേ കാര്യങ്ങളും കണ്ടീഷനുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ആ വിഷയം പറയുമ്പോൾ പറയാം. ഇപ്പോൾ ഓടിച്ചു പറയുകയാണ്. ഈ വിഷയത്തിൻ്റെ ഒക്കെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അന്ന് ആരാധന എന്ന് പറയുന്നത് ഈ അക്ഷരികമായ ബിൽഡിങ്ങിലായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതെല്ലാം മാറി ഞാനാകുന്ന മന്ദിരത്തിലാണ് ഇപ്പോൾ ആരാധന നടക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടുന്ന കെട്ടിടത്തിലല്ല കേട്ടോ ആരാധന. ആരാധന നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്. പിന്നെ ആ കെട്ടിടത്തിൽ വിശുദ്ധന്മാർ ഒരുമിച്ച് വന്ന് കൂടുമ്പോൾ അങ്ങനെ ഒരു ആരാധനയുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രാധാന്യം എന്തിനാ? ഞാനാകുന്ന മന്ദിരത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ ആരാധനയിലേക്ക് നയിക്കുന്നു. നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴും ആരാധിക്കുന്ന എൻ്റെ ആത്മാവിലാണല്ലോ, അല്ലെ നമ്മുടെ ആത്മാവിലല്ലേ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മളത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് വിളിക്കുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരുടെ പിൻതലമുറകൾ എത്രയോ തലമുറ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ തലമുറകൾ ഒരു കെട്ടിടം പണിതിട്ട് പറയാണ്, ഇതാ ഞങ്ങൾ പണിതിരിക്കുന്ന ആലയം സമർപ്പിക്കുന്നു, ദൈവമേ പ്രസാദിക്കണമേ. അങ്ങനെയല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ പറയാനായിട്ട് നമുക്ക് വചനത്തിൽ പ്രമാണമുണ്ടോ? അങ്ങനെ പറയാൻ വചനത്തിൽ പ്രമാണമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗൗരവത്തിലേക്ക് വരണം. ദൈവമക്കൾ ഈ ഗൗരവത്തിലേക്ക് വരണം. ആ ഗൗരവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നത്. നോക്കണം, സമാഗമന കൂടാരം എന്ന് പറയുന്ന ആ വിഷയം നമ്മൾ പഠിക്കുന്ന പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലാണ്. അവിടെ മുതലാണ്. അപ്പോൾ അവിടെ ആ കാര്യങ്ങൾ പറയുകയാണ്. മോശ വഴി വലിയവനായ ദൈവം ഇസ്രായേലിനോട്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവരെന്നാ അങ്ങനെ ആയിക്കോട്ടെ, നാളെ തന്നെ വന്ന് വസിച്ചോ എന്നൊക്കെ വേണമെങ്കിൽ ജനത്തിന് പറയാം. പക്ഷേ അതിന് മുൻപ് 25-ാം അധ്യായത്തിന് മുൻപ് ഒരു 19-ാം അധ്യായമുണ്ട്. അവിടെയാണ് വലിയവനായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരുന്നത്. പർവ്വതം നിന്ന് കുലുങ്ങുന്നതും പുകയുന്നതും കാഹളനാദത്തിൻ്റെ ശബ്ദവും എല്ലാം ജനം കേട്ട വിസ്മയകരമായ ഒരു അധ്യായമാണ് പുറപ്പാട് 19 എന്ന് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ പ്രഭുക്കന്മാരെല്ലാം വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പർവ്വതത്തിലേക്ക് കയറി ചെന്നു. അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ അവരിരുന്നു എന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിന് തൊട്ട് മുമ്പ് 20-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. അതിൻ്റെ 20-ാം വാക്യം, ചാപ്റ്റർ 20 വേഴ്സ് 20 ഒന്ന് വായിച്ചാട്ടെ. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ അവനിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. കേട്ടല്ലോ, 19-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ജനം അതെല്ലാം കണ്ട് ഭയന്നുപോയി. 20-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പ്രമാണത്തെക്കുറിച്ചുള്ള സൂചനയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ അവനിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. മോശ ജനത്തോട് പറയാണ്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ദൂരത്ത് നിന്നു. മോശയോ ദൈവം ഇരുന്ന ഇരുളിനടുത്തേക്ക് ചെന്നു. സഹോദരങ്ങളെ, ആ വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. ഏതാ? 21-ാം വാക്യം. അങ്ങനെ ജനം ദൂരത്ത് നിന്നു. അതായത് ദൈവസാന്നിധ്യം പർവ്വതത്തിൽ ഇറങ്ങുമ്പോൾ ജനം ദൂരത്ത് നിന്ന് ഈ കാഴ്ചയൊക്കെ കാണുകയാണല്ലോ. ദൂരത്ത് നിന്നു, വളരെ ദൂരത്ത് നിൽക്കുക. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ജനം വിറച്ച ഭയപ്പെട്ട ആ ദൈവം
ഞാനും നിങ്ങളുമാകുന്ന കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമാണോ സഹോദരങ്ങളെ? അത് ഇന്നൊന്നും പറഞ്ഞാൽ തീരുവോ? അത്ര ബൃഹത്തായൊരു സബ്ജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താ? മോശയോ ദൈവം ഇരുന്ന ഇരുളിനടുത്തേക്ക് ചെന്നു. ഇതേ കാര്യം തന്നെ പിന്നെയും നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിലൊരു ഭാഗത്ത്. ആ സംഭവം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? അതായത് 2 ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ യെരൂശലേം ദേവാലയം സമർപ്പിച്ചുകൊണ്ട് ശലോമോൻ അതിൻ്റെ പ്രാകാരത്തിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയോടനുബന്ധിച്ച് ശലോമോൻ പറയുന്നൊരു വാക്കാണ് കൂരിരുളിൽ വസിക്കുന്ന ദൈവമെന്ന്. കൂരിരുളിൽ വസിക്കുന്ന ദൈവം. അതെന്താ അങ്ങനത്തെ ഒരു പദപ്രയോഗം ശലോമോൻ പറയാൻ കാരണം? അതിനു മുമ്പ് മോശയുടെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങളുണ്ട്. അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണത്. എങ്ങനെയാണ് കണ്ടത്? മോശയോ ദൈവം ഇരുന്ന് ഇരുളിനടുത്തേക്ക് ചെന്നു. അതായത് കൂരിരുളിൽ വസിക്കുകയാണ് തേജോമയനായ ദൈവം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ ദൈവം കൂരിരുളിൽ വസിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലം അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പറയുന്നത് അവിടെ ദൈവതേജസ്സിനാൽ നിറയപ്പെട്ട് നിൽക്കുകയാണെന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയാണ്, അതൊരു സത്യമാണ്. പക്ഷെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ആ അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് കൂരാക്കൂരി ഇരുട്ടാണ്, ഇരുളാണ് അവിടെ. കാരണം അതിൻ്റെ 4 സൈഡ് ക്ലോസ്ഡ് ആണ്, അല്ലേ? 4 സൈഡും ക്ലോസ്ഡ് ആണ്. അതിനകം അതുകൊണ്ട് ഇരുട്ടാണ്, കൂരാക്കൂരി ഇരുട്ടാണ്. ആ ഇരുട്ടിലേക്കാണ് തേജസ് ഇറങ്ങി വരുന്നത്. അങ്ങനെ മനസ്സിലാക്കണം. ആ ഇരുളിലേക്ക് എന്തിറങ്ങി വരുന്നു? അതിൻ്റെ പിക്ചറൊക്കെ കാണിക്കേണ്ടതാണ് ശരിക്കും. ആ ഇരുളിലേക്ക് തേജസ് ഇറങ്ങി വരികയാണ്. അങ്ങനെ അവിടെ പ്രഭാപൂരമായി മാറുകയാണ്. ശരിക്കും അവിടുത്തെ അന്തരീക്ഷം എന്താണ്? ഇരുളാണ്. ആ ഇരുളിലേക്ക് ദൈവസാന്നിധ്യം വരികയാണ്. അത് വെച്ചിട്ടാണ് ശലോമോൻ പറയുന്നത് കൂരിരുളിൽ വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ശലോമോൻ സമർപ്പിച്ച യെരൂശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വരാം. നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ ഈ തേജോമയനായ ദൈവം, വെളിച്ചമായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനകത്ത് ഇരുട്ടല്ലായിരുന്നോ? ആ ഇരുട്ടിലേക്കാണ് തേജോമയനായ ദൈവം ഇറങ്ങി വരുന്നത്. അങ്ങനെയല്ലേ ഇവിടെ പ്രകാശം വന്നത്? ദൈവം വരുന്നതിന് മുമ്പെല്ലാം പ്രകാശം ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 21-ാം വാക്യത്തിൽ നിന്ന് ഞാൻ അത്രയും സൂചന തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 20-ാം വാക്യത്തിനാണ് ഊന്നൽ കൊടുത്തത്. 20-ാം വാക്യത്തിൽ കണ്ട കാര്യം എന്താ? ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നത്. ഈ 19-ാം അധ്യായത്തിൽ ഒരു സാമ്പിൾ, ഒലിവനായ ദൈവം തൻ്റെ മഹത്വത്തോടെ അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു സാമ്പിളാണത്, ഒരു സാമ്പിൾ. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇതാ ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് വരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ വന്നത് കണ്ണാലെ കണ്ടു. ഒരു നടുക്കമാണ് ജനത്തിനുണ്ടായത്. അതൊരു അല്പസമയത്തേക്ക് വന്നതാ. ഇപ്പോൾ പറയുകയാണ് ഞാൻ പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. വിറച്ചു പോവില്ലേ? വിറച്ചു പോവില്ലേ? ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുക എന്ന് വിചാരിച്ചോ. ഒരു ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാം. 2-3 ദിവസം നിൽക്കാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചു പോകും. ഇന്നിപ്പോൾ എന്തെങ്കിലും 2-3 കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ സഹോദരിമാർ പിറ്റേ ദിവസം തലയിട്ട് ചൊറിയാൻ തുടങ്ങും, നാളെ എന്നാ കറിയാണ് കൊടുക്കണ്ടേ. അതും കഴിഞ്ഞിട്ട് മറ്റന്നാളോ പിന്നെ ഇങ്ങനെ ഇന്ന് എന്ത് കറി കൊടുക്കും, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കൊടുക്കും? ഇന്നിപ്പോൾ പുട്ടും കടലയും കൊടുത്തു. നാളെയോ? നാളെ എന്തെങ്കിലും കൊടുക്കാം, കപ്പയും മീനും കൊടുക്കാം. അത് കഴിഞ്ഞു അടുത്ത ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനുണ്ടല്ലോ. അത് ശരിയായൊരു ഉദാഹരണമൊന്നും അല്ല. ഈ കാര്യത്തിൽ ആ ഉദാഹരണമൊന്നും സെറ്റാകില്ലെന്ന് എനിക്കറിയാം. അപ്പം മനുഷ്യന് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ടെൻഷൻ ഇന്നതാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുപോലെയല്ല ഇത്. തേജോമയനായ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് അവർ ഭയന്നുപോയി. അതിനുശേഷം അവരുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വചനത്തിലൂടെ പറയുകയാണ് അത് നിങ്ങളെ പരിശോധിക്കേണ്ടതിനും പരീക്ഷിക്കേണ്ടതിനും ഒക്കെയാണ്. അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന്. അപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സജി പാസ്റ്റർ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിരന്തരം പ്രസംഗിച്ചത്? അതായത് പല പ്രസംഗത്തിന് ഇടയ്ക്കൊക്കെ ഇത് പറയാറുണ്ടല്ലോ. ഇപ്പോൾ കുറച്ചായി നമ്മൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം പറയുന്നതിൻ്റെ കാരണം അവങ്കിലുള്ള ഭയം പെന്തിക്കോസുകാർക്ക് ഉണ്ടാകേണ്ടതിനാണ്. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്ന പലരും എന്നേക്കാൾ ഒത്തിരി സീനിയറായവരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കാം. ധാരാളം മനുഷ്യരുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട്
പല പല വിഷയങ്ങൾ എനിക്കറിയാം. ഫാമിലി പ്രശ്നങ്ങൾ അറിയാം, യൗവനക്കാരുടെ പ്രശ്നങ്ങൾ അറിയാം, മറ്റ് പല വിഷയങ്ങളും അറിയാം, ധാരാളം കാര്യങ്ങൾ അറിയാം. ആ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിരന്തരം പ്രസംഗിക്കുന്നത്. അവിശ്വസ്തരായ ഭാര്യമാരെ എനിക്കറിയാം, അവിശ്വസ്തരായ ഭർത്താക്കന്മാരെ എനിക്കറിയാം. അവരെല്ലാം കർത്തൃമേശ എടുക്കുന്നവരാ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവിശ്വസ്തരായ ഭാര്യമാരെ ഞാൻ നടുങ്ങിപ്പോയിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ. ഒരു സീനിയർ പാസ്റ്റർ, പ്രായമുള്ള പാസ്റ്റർ, അദ്ദേഹം ഇങ്ങനെ തലകുത്തി ഒന്ന് വീണു, കുഴി ചാടിപ്പോയി. ദൈവമേ, ആ കുഴിയിൽ നിന്ന് അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അങ്ങനെയുമായിട്ട് മുഖാമുഖം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ തോന്നി, ഇങ്ങനെ ഒരു കുഴിയിൽ എങ്ങനെ ചാടിയെന്ന് ചോദിക്കുമ്പോൾ കരയുക. പ്രായമുള്ള മനുഷ്യൻ. അയ്യോ, അതൊക്കെ എങ്ങനെ നിങ്ങളോട് പറയും? ഞാൻ ഒരു പ്രസംഗത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒരിക്കലും. അങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു? ഈ അടുത്ത കാലത്ത് തന്നെ പല പെന്തക്കോസ്തുകാരും സൂയിസൈഡ് ചെയ്ത കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അത്ര പ്രസിദ്ധിയൊന്നും വന്നിട്ടില്ലെങ്കിലും ചില പാസ്റ്റേഴ്സ്, നിലമ്പൂർ ഒരു പാസ്റ്റർ, റാന്നിയിലൊരു പാസ്റ്റർ, അതുപോലെ പിന്നെ എവിടെയാ ഇപ്പോൾ ചില റാന്നിക്കാർ ചിന്തിക്കുകയായിരിക്കും അത് ആരാന്ന്. അപ്പം അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല. അതുപോലെ നെടുമങ്ങാട് ഒരു പാസ്റ്റർ, ഇങ്ങനെ പല സ്ഥലത്തും വിശ്വാസികളല്ല, പാസ്റ്റർ വിശ്വാസികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യമില്ലെന്നേ. ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യമില്ല. അവരെന്താ അറിഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ കത്തോലിക്ക വിട്ടു, ഞങ്ങളിപ്പോൾ പെന്തിക്കോസ്തി വന്നു, ഞങ്ങൾ ഓർത്തഡോക്സ് വിട്ടു, അവിടെ കക്ഷി വഴക്ക് ഭയങ്കര അടിയാ, പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വന്നു. ഒരു മാസം മുമ്പ് ഞാൻ ഒരു ഫാമിലി സംസാരിച്ച കാര്യമായത്. അപ്പം ഞാനിങ്ങനെ ചൂഴ്ന്ന് ചോദിച്ചു, സഹോദരങ്ങളെ, എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ആരംഭം? അതെനിക്ക് അറിയണം, കാരണം എന്നാലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ സഹോദരൻ്റെ ചെറിയ പ്രായത്തിൽ 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് അവരുടെ ഫാമിലി അടുത്തുള്ള ചില പ്രെയർ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ പ്രയറിനൊക്കെ പോയി ഒരു സമയമായപ്പോൾ അവരങ്ങ് തീരുമാനിച്ചു, നമുക്കിനി പള്ളിയിൽ പോകണ്ട, കുറച്ചുകൂടെ ബെറ്റർ, നല്ല ഒരു ആരാധനാ രീതികളും ആളുകളൊക്കെ സഹകരിക്കുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്, സന്തോഷമുണ്ട്, എന്നാൽ പിന്നെ ഈ കൂട്ടത്തിൽ കൂടിയേക്കാം. അങ്ങനെ അവർ ആ കൂട്ടത്തിലങ്ങ് കൂടി, എല്ലാവരും ധ്യാനപ്പെട്ടു, അങ്ങനെ ഒരു പെന്തിക്കോസായിട്ട് മാറി. ഇപ്പോൾ അവർ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ പോവുകയാണ്. അവരുടെ വിശ്വാസ ജീവിതം അവർക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. പലതിനെ ചൊല്ലി അവർ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞല്ല ഇറങ്ങിയത്. ഈ കഴിഞ്ഞ സൺഡേയിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ 2-3 ആഴ്ച നമ്മൾ സൺഡേയിലെ മീറ്റിങ്ങിൽ പാപത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, ന്യായവിധിയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, അതിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അവിടെ പാപത്തിന് ശിക്ഷ വിധിച്ചതും പാപക്ഷമ എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ പാപമോചനം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് സൺഡേയിലെ മെസ്സേജ് അവസാനിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്ന് ഒരുവന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം കൊടുക്കുമ്പോൾ അവന് കിട്ടുന്ന ആദ്യത്തെ ബോധം എന്ന് പറയുന്നത്, ഹോ, യേശുക്രിസ്തു എന്ന രക്ഷകൻ സകല മനുഷ്യർക്കും വേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചു എന്നല്ല. അതതിൻ്റെ 2ാം ഭാഗം മാത്രമാണ്. അതിൻ്റെ 1ാം ഭാഗം എന്ന് പറയുന്നത് എന്താ? ഞാനൊരു പാപിയാണെന്നുള്ളതാണ് അവൻ തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിലേക്ക് അവൻ വരണം. അതാണ് സുവിശേഷത്തിൻ്റെ കേൾവി. അവനെ ആടിമുടി ഒലച്ചു കളയും, അവൻ്റെ നേരെ കൈ ചൂണ്ടും, നിന്നിൽ ഒരു നന്മയും വസിക്കുന്നില്ല. നിന്നോട് ആരെ പറഞ്ഞ നീ തറവാടിയാന്ന്? നിന്നോട് ആരെ പറഞ്ഞ നീ സുറിയാനിയാന്ന്? നീ സുറിയാനിയല്ല, ലത്തീനുമല്ല, ഒന്നുമല്ല, നീ ഒരു പാപിയാണ്. നിന്റെ തലയ്ക്ക് മീതെ ന്യായവിധിയുടെ വാളുണ്ട്. നീ ശിക്ഷാവിധിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാരണ്ടിയാണ്, എഴുതി വെച്ചോ. തോട്ടത്തിൽ വെച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന്. ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ശിക്ഷയുണ്ട്, കഠിനമായ ശിക്ഷ. എന്താ ശിക്ഷ? മരണമാണ്. മരണം നിന്നെ പിടിക്കും, പാതാള വേദനകൾ നീ അനുഭവിക്കും, മരണവാസങ്ങൾ നിന്നെ ചുറ്റും. ഗ്യാരണ്ടിയല്ലേ? ഗ്യാരണ്ടിയാണ്. വിശുദ്ധ തിരുവെഴുത്താ പറയുന്നത്. നിന്നെ പിടിക്കും, നിന്നെ പിടിച്ചു വലിക്കും, നീ ന്യായവിധിയിലാകപ്പെടും. ഭയപ്പെടുത്തുകയല്ല, ഇത് ഭയപ്പെടുന്നതല്ല, യാഥാർത്ഥ്യമാണ് പറയുന്നത്. യാഥാർത്ഥ്യമാണ്. മൂർഖൻ പാമ്പ് കടിക്കാനായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ കുഞ്ഞെ അടുക്കരുത്, അതിനോട് അകന്നു മാറണം എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തല്ലേ, പേടിപ്പിക്കില്ലേ എന്നൊക്കെ അങ്ങനെ ആരെങ്കിലും പറയുമോ? സുബോധമുള്ളവരാരും പറയില്ല. അത് സ്നേഹമുള്ളത് കൊണ്ടും കരുതലുള്ളത് കൊണ്ടുമാണ് അങ്ങനെ പറയുന്നത്. ആ സാധനത്തിന് വകതിരിവില്ല,
അതിന് ഒരു വകതിരിവുമില്ല. നീ തറവാടിയാണെന്നോ, നീ സുറിയാനി ക്രിസ്ത്യാനിയാണെന്നോ, നീ നിന്നെ 56 ദിവസം വെള്ളം തെളിച്ച് പൊക്കിക്കൊണ്ട് വന്നതാണെന്നോ, നിന്റെ തലയിലും കാലിലും ഒക്കെ മൂറോ പൂശിയിട്ടുണ്ടെന്നോ ഒന്നും ഈ പാമ്പിനറിയില്ല. കടിക്കും, ഗ്യാരണ്ടിയാണ്. പാമ്പിൻ്റെ സ്വഭാവമാണ് കടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം ചില പാമ്പ് വിദഗ്ധന്മാർ ചിന്തിക്കുകയായിരിക്കും, പാമ്പിനെ ആക്രമിച്ചാലല്ലേ കടിക്കുകയുള്ളൂ, പാമ്പ് ചുമ്മാ വന്ന് കടിക്കുമെന്ന്. അതെനിക്ക് അത്ര വലിയ പിടിയില്ല. പാമ്പിനോട് കളിച്ചാൽ കടിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ പാമ്പുമായിട്ടുള്ള സല്ലാപങ്ങൾ, പാമ്പുമായിട്ട് അധികം കോൺവെർസേഷന് പോകുന്നത് എന്തിനാ? അവയ്ക്ക് പറ്റിയ പറ്റായി പറയുന്നത്. വലിയ കോൺവെർസേഷന് പോവുകയാണ്, ഏതാണ്ടൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ കൊണ്ടമാനം കോൺവെർസേഷനാണ്. നീട്ടി പരത്തി പറയുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തുടർന്ന് പിടിക്കരുത് ഇരിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്താ സംഭവിച്ചത്? ദുരന്തമാണ്. അതുപോലെ സഹോദരങ്ങളെ, സുവിശേഷ കേൾവിയിൽ ഒരു വ്യക്തിക്ക് പാപബോധം വരണം. അങ്ങനെ പാപബോധം വന്ന അവൻ ആരെന്ന് അവൻ തിരിച്ചറിയണം. അവൻ ആരെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവൻ്റെ വായിൽ നിന്നൊരു വാക്ക് വരുന്നത്. അതാണ് പൗലോസ്ലീഹയുടെ വായിൽ നിന്ന് വന്നത്. തനിക്ക് തിരിച്ചറിവുണ്ടായി. ദമസ്കോസിൽ വെച്ച് ഒരു എൻകൗണ്ടർ നടന്നല്ലോ. ആ എൻകൗണ്ടർ നടന്നപ്പോൾ അവിടെ താൻ നിലത്ത് വീണു. ആ വീഴ്ചയിൽ താൻ തിരിച്ചറിഞ്ഞത്, നീ ആരാകുന്നു കർത്താവ് എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിച്ചു. അതൊക്കെ സത്യമാണ്. പക്ഷേ താൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, തന്നിൽ ഒരു നന്മയും വസിക്കുന്നില്ലെന്നുള്ള കാര്യം. തന്നിലൊരു നന്മയും വസിക്കുന്നില്ലെന്നുള്ള കാര്യം താൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തിയിൽ എങ്ങും എഴുതിയിട്ടില്ല കേട്ടോ, നിങ്ങൾ തപ്പിത്തേടി പോകരുത്. അത് എഴുതിയിരിക്കുന്നത് തിമോഥെയോസിന്റെ ലേഖനത്തിലാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് എഴുതിയിരിക്കുന്നത്. താൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, താനൊരു പാപിയാണ്, യാതൊരു നന്മയും വസിക്കുന്നില്ല, നിത്യശിക്ഷാവിധിക്ക് വേണ്ടി പേരെഴുതപ്പെട്ട ഒരുവനാണ് താൻ. അതിൽ നിന്ന് തനിക്ക് ലഭിച്ച വിടുതൽ, ആ മരണത്തിൽ നിന്ന്, ആ ശിക്ഷാവിധിയിൽ നിന്ന്, ആ ന്യായവിധിയിൽ നിന്ന് തനിക്ക് ലഭിച്ച വിടുതൽ, അതിൻ്റെ ആഴം. അങ്ങനെ വിടുവിച്ച് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു, ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു, ശിക്ഷാവിധി ക്രിസ്തു ഏറ്റെടുത്തല്ലോ, സ്വതന്ത്രനായി. അവിടെ കൊണ്ട് തീരുകയല്ല. അങ്ങനെ രക്ഷിച്ചെടുത്തവനെ അത്യുന്നതനായ ദൈവം തൻ്റെ മന്ദിരമാക്കി മാറ്റുകയല്ലേ. തേജോമയനായ ദൈവം നമ്മെ തൻ്റെ മന്ദിരമാക്കി മാറ്റുകയാണ്. വെറും ഒരു പിക്ചർ വെച്ചിട്ടാണ് ഇത്രയും പറഞ്ഞ് മുന്നോട്ട് പോയത് കേട്ടോ. ആ പിക്ചറിൽ നിന്നാണ് ഇതിൻ്റെ ഗൗരവത്തിലേക്ക് വരണം. നോക്കണം, രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു, ശിക്ഷയിൽ നിന്ന് ഞാൻ ഒഴിവുള്ളവനായി. കൃപ പിന്നെയും എന്നെ ലിഫ്റ്റ് ചെയ്യുകയാണ്. കൃപ പടുകുഴിയിൽ നിന്ന് എന്നെ ലിഫ്റ്റ് ചെയ്ത ആരാ? കൃപയാ. ഇപ്പൊ ഞാൻ ഉറപ്പുള്ള പാറമേലെത്തി, അതായത് സേഫായ സോണിലെത്തി. ഇനി എൻ്റെ മേൽ ശിക്ഷാവിധിക്ക് കാരണമില്ല, അല്ലേ? ഇനി ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിക്ക് കാരണമില്ല. ഞാൻ ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് അനുഭവിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. അങ്ങനെ ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണല്ലോ. ആ ആരംഭിക്കുന്ന മുറയ്ക്ക് പരിശുദ്ധാത്മാവ് തരുന്ന കനമേറിയ വെളിപ്പാടുകളല്ലേ. ഞാനെന്ന് പറയുന്ന വ്യക്തി അത്യുന്നതനായ ദൈവത്തിൻ്റെ മന്ദിരമാണിന്ന്. വലിയൊരു ദൗത്യം എൻ്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനിന്ന് വിശുദ്ധ ഉപകരണങ്ങളെ ചുമക്കുന്ന ഒരുവനാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നാളത്തെ മെസ്സേജിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ യൗവനക്കാരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിലൊക്കെയുള്ള ഒരു ചോദ്യമാണ്. അവരുടെ ഈ ക്യാമ്പ് മീറ്റിങ്ങുകളിലൊക്കെ അങ്ങനത്തെ ടോപ്പിക്കുകൾ, സംസാരങ്ങൾ വരാറുണ്ട്. അതായത് ഈ പരസ്പരമുള്ള താല്പര്യങ്ങളുണ്ടല്ലോ, താല്പര്യങ്ങൾ, അതായത് ഈ അഫയറുകൾ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൗവനക്കാരുടെ ഇടയിൽ ധാരാളം നടക്കുന്നുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിനകത്ത് എന്നെ എത്ര പറയാനിരിക്കുന്നതെന്നൊക്കെ ചിലർ ചോദിക്കും. അതിനകത്ത് പറയാനുണ്ട്. പറയാൻ അറിയാൻ മേലാത്തവർ പറയുന്നില്ലെന്ന് കരുതി അറിയാവുന്നവർ പറയും. പറഞ്ഞു കേൾപ്പിക്കാം. ഇപ്പം അതിനുള്ള സമയമില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവഭയം ദൈവജനത്തിനുണ്ടാകണം. അതിനാണ് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ പ്രസംഗിക്കുന്നത്. ഒരു ദൈവദാസൻ ഈ പ്രസംഗം കേട്ട് എങ്ങാനും അങ്ങേരെ ഏറ്റെടുക്കുകയാണെന്ന് വിചാരിച്ചോ, പുള്ളിയുടെ കണ്ണ് തുറന്നു, പുള്ളിക്ക് ബോധം വെച്ചു. ബോധം വെച്ചത് പരമാർത്ഥമാണെങ്കിൽ ജീവിതത്തിൽ എഴുതും. അങ്ങനെ ചർച്ചിൻ്റെ ഇനാഗുറേഷനാണ്, അതായത് കെട്ടിടമാണോ സഭ? അവിടെ കൂടിയിരിക്കുന്ന ഓരോ ജനത്തെയും സഭ എന്ന നിലയിൽ പണിതൊരുക്കണ്ടേ? അതിനല്ലേ ഈ ദൈവദാസന്റെ മേൽ അഭിഷേകം ചെയ്തിരിക്കുന്നത്? അതിനല്ലേ ഈ ദൈവദാസന്റെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത്? ഏത് ദൈവദാസനാണെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരുടെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ നിറവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാ?
നമ്മെ ഓരോരുത്തരെയും, അല്ലെങ്കിൽ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ ആ തികവിലേക്ക് കൊണ്ടുവരണം, ആ ദിവ്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം. പണതൊരുക്കണം വിവിധ നിലകളിൽ. അപ്പോൾ പണിയുന്ന ആരാ? പണിയുന്നത് അപ്പോൾ പണിയുന്നത് ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി, പണിയുന്നത് നിശ്ചയമായും പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ ശുശ്രൂഷകർ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലുള്ള ടൂൾസ്, ഉപകരണങ്ങൾ മാത്രമാണ്. ആ ഉപകരണങ്ങളെ അതാത് സമയങ്ങളിൽ തക്കതായ നിലയിൽ പരിശുദ്ധാത്മാവ് കയ്യിലെടുത്ത് ഉപയോഗിക്കും. ആ സമർപ്പണാനുഭവത്തിലുള്ള ടൂളുകൾ, ഉപകരണങ്ങളാണെങ്കിൽ പരിശുദ്ധാത്മാവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. ആ സമയത്ത് അവർ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. അവർക്ക് ഭയം ഉണ്ടാകില്ല, അവർക്ക് ഭയം ഉണ്ടാകും. ആ സമർപ്പണാനുഭവത്തിലും ആ ഒരു ആത്മനിറവിൻ്റെ അനുഭവത്തിലും അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയപ്പാടുണ്ടാകും. അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയപ്പാടുണ്ടാകും. 3 കൊല്ലം ഇവിടെ ഇരിക്കണമല്ലോ, എൻ്റെ കർത്താവേ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുതല്ലോ, 3 കൊല്ലം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണം, പിള്ളേർ പഠിക്കുകയാണ്, പിന്നെ എന്താ, അങ്ങനെ 100 കാര്യങ്ങളാണ്. ഈ ശുശ്രൂഷ ഏതാണ്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വേണ്ട, ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കെട്ടിടം പണിയണം. അതിനിടയിൽ ഒരു 2-3 ഗൾഫും 1-2 അമേരിക്കൻ യാത്രകളൊക്കെ സംഘടിപ്പിക്കണം. ഇതൊക്കെയാണ് അവരെ ഭരിക്കുന്നത്. അതല്ലാതെ ഈ മുമ്പിൽ വന്നിരിക്കുന്ന ഈ പുള്ളികളെയും പുള്ളിക്കാരത്തികളെയൊക്കെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ള ആ കാര്യം തന്നെ ആളുകൾ മറന്നുപോയ ഒരു കാലമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ അവസരം വിനിയോഗിക്കുക. ഇതൊന്നും ഒരു ചർച്ചയിൽ പോയി പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആരും ഒന്നും കേൾക്കുകയില്ല, ഏറ്റെടുക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞിടുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ മാത്രമേ സിംഹാസനത്തിലിരിക്കൂ. ചുമ്മാ പെന്തക്കോസി വന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മുടെ സ്വഭാവത്തിൽ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കണം. നമ്മെ തേജസ്സിൻ്റെ നിലകളിലേക്കൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഇങ്ങനത്തെ പഠനം, അതായത് ഈ കൂടാരത്തിൻ്റെ പഠനം, അതായത് ദൈവത്തിൻ്റെ നിവാസങ്ങൾ എന്നുള്ള വിഷയം, ആ പഠനത്തിലേക്കൊക്കെ വരുമ്പോൾ ആ ഗൗരവത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ആ സമർപ്പണാനുഭൂതി നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ വളരെ സമയമെടുത്തു. ഈ വിഷയം ഗൗരവമുള്ളതുകൊണ്ടാണ് ഇത്രയും സമയം. ഇതൊരു ആമുഖം എന്ന് വേണേൽ പറയാം. പക്ഷേ ഒരു പ്രസംഗത്തിൻ്റെ ദീർഘമായ ഭാഗം ഞാൻ ഇതിനു വേണ്ടി കവർന്നെടുത്തു, ദീർഘമായ സമയം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും സീരിയസ് ആയ കാര്യങ്ങളൊക്കെയാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. ഞാനത് പോസ്റ്റ് ചെയ്ത് എൻ്റെ ഒരു സങ്കടം കൊണ്ടാണ്. ഞാൻ അവരെ ആരെയും മോശക്കാരാക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് തിരിച്ചറിവില്ലാതെ പോകുന്നല്ലോ. അവർ കെട്ടിടങ്ങളൊക്കെ പണിതിട്ട് ഇങ്ങനെ പറയുകയാണല്ലോ, എൻ്റെ ദൈവമേ, ഒരു മാറ്റം വരണമേ, ഞങ്ങളുടെ ഇടയിൽ ഒരു നവീകരണം, ഒരു ഉണർവൊക്കെ ഉണ്ടാകണമേ, വിശ്വാസി സമൂഹം ഉണർന്നു വരണമേ. ഞാൻ ഈ ടാബർനാക്കലിൻ്റെ ആ ഒരു പഠനത്തിലേക്ക് വന്നപ്പോൾ അതിന് മുൻപിലിരിക്കുന്ന യാഗപീഠം എന്നുള്ളത് എനിക്ക് വലിയ സീരിയസ് ആയ പഠനമായിരുന്നു. അത് ആ നിലയിലൊക്കെ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അതൊരു ഗംഭീരമായ ഒരു തുറവിയായിരുന്നു. കാരണം വീണ്ടെടുപ്പെന്ന് പറയുന്നൊരു വിഷയം, റിഡംഷൻ, അതിനോടുള്ള ബന്ധത്തിൽ ദൈവം ഇസ്രായേലിന് കൊടുത്ത ചില വ്യവസ്ഥകളുണ്ട്. അതിലെ ആദ്യത്തെ കാര്യമാണ് സമാഗമന കൂടാരത്തിന് മുൻപിലിരിക്കുന്ന താമ്രയാഗപീഠം. ആ ഒരു താമ്രയാഗപീഠത്തിലൂടെ അല്ലാതെ വീണ്ടെടുപ്പിന് വേറൊരു യാഗപീഠം ഇസ്രായേലിനില്ല. ഒരേ ഒരു യാഗപീഠം. ആ കൂടാരം ചുരുട്ടി വെച്ചതിന് ശേഷം യെരുശലേം ദൈവാലയം വന്നു. യെരുശലേം ദൈവാലയത്തിന് മുൻപിലും ഒരേ ഒരു താമ്രയാഗപീഠം. പിന്നത്തേതിൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് ആ യാഗപീഠം വഴിയാണ്. രണ്ടാമതൊരു യാഗപീഠം ഉണ്ടാക്കിയാൽ അവനെ കൊന്നുകളയണമെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമതൊരു യാഗപീഠം ആലോചിക്കാൻ പോലും പറ്റില്ല. ഇത് ഉയരത്തിലെ ആലോചനയാൽ പണിയപ്പെട്ട യാഗപീഠമാണ്. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ, മൂന്നാമത് ഈ യാഗപീഠം ഇരിക്കുന്ന ദൈവസഭയ്ക്കകത്താണ്. ദൈവസഭയ്ക്കകത്തെന്ന് വെച്ചാൽ ഞാനും നിങ്ങളും അല്ലേ ദൈവസഭ. മൂന്നാമത് ഈ യാഗപീഠം ഇരിക്കുന്ന ദൈവസഭയിലാണ്. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ് ദൈവസഭ. അപ്പോൾ നാം ആകുന്ന കൂടാരത്തിൽ യാഗപീഠമുണ്ട്. മീൻസ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ക്രൂശിൻ്റെ വചനങ്ങൾ, ക്രൂശിൻ്റെ ഉപദേശം നാമിലുണ്ട്. അന്ന് സമാഗമന കൂടാരം എന്ന് പറയുന്ന ഒരു മൊബൈൽ ടെമ്പിളാണ്, സഞ്ചരിക്കുന്ന കൂടാരമാണ്. യെരുശലേം ദേവാലയം എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആണെന്ന് നമുക്കറിയാം. ആ സമാഗമന കൂടാരം എന്ന് പറയുന്നതാണ് നമുക്ക് നിഴലായി നിൽക്കുന്നത്. യെരുശലേം ദേവാലയം അല്ല. നമുക്ക് അസൽ നിഴലെന്ന് പറയുന്നത് എന്താണ്? സമാഗമന കൂടാരമാണ്. കാരണം അത് സഞ്ചരിക്കുന്ന കൂടാരമാണ്. അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ സഞ്ചരിച്ച് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുകയാണ്. ലക്ഷ്യം വാഗ്ദത്ത ഭൂമിയാണ്. അതാണ് അവിടുത്തെ പഠനം നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വലിയവനായ ദൈവം ഈ ലോകത്തിലുള്ള പാപികളെ വീണ്ടെടുപ്പിലേക്ക് നയിക്കാൻ വേണ്ടി നാം ആകുന്ന കൂടാരങ്ങളെ, ആ കൂടാരത്തിൽ യാഗപീഠമുണ്ട്. ആ യാഗപീഠമായിട്ട് ചിലരെ അമേരിക്കയിലും ചിലരെ ഗൾഫിലും ചിലരെ വേറെ പല സ്ഥലങ്ങളിലും വേറെ ചിലരെ അന്റാർട്ടിക്കയിലും എവിടെയൊക്കെയോ ആളുകളെ ആക്കി വെച്ചിരിക്കുക. അതിന് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ച മരുന്ന് എന്നാണെന്നറിയാമോ?
ചിരിച്ചിരിച്ച് തലകുത്തി പറഞ്ഞ് ചിരിക്കേണ്ടി വരും. അവരെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നതാണ്. നമ്മുടെ സഹോദരി ലിസ അവറുകളെ ഈ മലയാളക്കരയിൽ നിന്ന് സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് പൊക്കിയെടുത്ത് മെറിലാൻഡ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ദേശത്ത് കൊണ്ടുപോയത് ദൈവം അനുഗ്രഹിക്കാനാണ്, അല്ലെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? മാറത്തടിക്കാൻ എനിക്ക് തോന്നുന്നത്. അതിനാണോ ദൈവം നമ്മുടെ ആൾക്കാരെയൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ട് ആക്കി വെച്ചിരിക്കുന്നത്? നോക്കണേ, ഇവരെയെല്ലാം മൊബൈൽ ടെമ്പിൾ എന്ന നിലയിലാണ് ഓരോരോ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എത്രയോ വട്ടം പറഞ്ഞതാ, തലയിലേക്ക് കയറുന്നില്ല. കയറിയാൽ പിന്നെ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും കൊച്ചിയിലോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ വയനാട്ടിലോ ബോംബെയിലോ ഡൽഹിയിലോ ബാംഗ്ലൂരിലോ എവിടെയാകട്ടെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ എവിടെയായാലും അവിടെ വലിയവനായ ദൈവം അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഓരോരുത്തരെയും ഓരോരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്. എനിക്കിത് പറയാതെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല സഹോദരങ്ങളെ. ഞാൻ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ കണ്ടിന്യൂവേഷൻ പറയാനായിട്ട് വെച്ചിരിക്കുക. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരികയത് എത്ര തെറ്റായ പഠനങ്ങളാണ് നടക്കുന്നത്. തെറ്റായ പഠനങ്ങൾ അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കത്തോലിക്കരെ ഓർത്തഡോക്സുകാരെ ഒക്കെ കളിയാക്കും പെന്തിക്കോസുകാർ, ഭയങ്കരമായിട്ട് കളിയാക്കും പല കാര്യങ്ങളും. അത് ഞാൻ പറഞ്ഞു വരാം. പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ മണ്ടത്തരവാ കാണിക്കുന്നതും പറയുന്നത്. നമ്മളെ ആരെയും ഈ പറഞ്ഞ രീതിയിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല ഓരോരോ സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുന്നത്. നാം ക്രിസ്തുവിനെ കൈക്കൊണ്ടത് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ ഒരാളുടെ ഉദാഹരണം എടുത്തതേ ഉള്ളൂ. നമ്മുടെ വാത്സല്യ സഹോദരി നാട്ടിൽ വെച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്ന് നിങ്ങളങ്ങ് ചിന്തിക്കുക. പിന്നത്തേതിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓരോരോ മനുഷ്യർ അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ, തൊഴിലിനോടുള്ള ബന്ധത്തിൽ ഓരോരോ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുമല്ലോ. അങ്ങനെ മൂവ് ചെയ്ത് മറ്റൊരു രാജ്യത്ത് വന്നു. അത് അനുഗ്രഹിക്കാനാ കൊണ്ടുവന്നതെന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ നാട്ടിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടിട്ടല്ല ഇരുന്നത്, ശവിക്കപ്പെട്ടാണോ ഇരുന്നത്? അത് കൂടുതൽ അനുഗ്രഹിക്കാൻ കൊണ്ടുപോയതാണോ? അങ്ങനെയൊക്കെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് നടക്കാൻ വിളിക്കപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ കണ്ണ് തുറക്കണം, തുറന്നേ തീരൂ. ഈ മണ്ടൻ പഠിപ്പീരുകളും പ്രസംഗങ്ങളെയൊക്കെ തള്ളിക്കളയണം. അതൊന്നും കേൾക്കാൻ ചെവി തുറക്കരുത്. യേശുവിനെ ഒരു വ്യക്തി സ്വന്തം രക്ഷിതാവും പിന്നത്തേതിൽ കർത്താവുമായി സ്വീകരിക്കുന്നു. അതായത് രക്ഷയും സ്നാനവും ചേർത്ത ഞാൻ ഈ പറയുന്നത്. ആ നിമിഷത്തിൽ അവർ അനുഗ്രഹത്തിലേക്ക് വന്നില്ലേ? എത്ര മനോഹരമായൊരു വെളിപ്പാടാത്. ക്രിസ്തുവിനെ ലഭിച്ച ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ലേ? വിജാതീയരായിരുന്ന നമുക്കതിന് യോഗ്യതയുണ്ടോ? ഇസ്രായേൽ തന്നെ ഭയന്നു പോയ കാര്യം വായിച്ചില്ലേ? സീനായി പർവ്വതത്തിൽ തേജോമനായ ദൈവം ഇറങ്ങി നിന്നപ്പോൾ ആ കാഴ്ച താങ്ങാൻ കഴിയില്ല സഹോദരങ്ങളെ. നിങ്ങൾ ആ ഭാഗമൊക്കെ ധ്യാനത്തോടു കൂടി പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാകും, താങ്ങാൻ കഴിയില്ല മനുഷ്യർക്ക്, അത്ര ഭയങ്കരമാണ്. ആ ദൈവമായി എന്നിലേക്ക്, ആ ദൈവം തന്നെയാണ് ഞാനെന്ന കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജോമയനായ ദൈവം എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം, ഈ മുഴു പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം നമ്മിൽ വാസം ചെയ്യുകയല്ലേ? ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുന്നു. ഇത് നിങ്ങളും കേൾക്കുന്നു, ഒരുവനായ ദൈവം ശ്രദ്ധിക്കുന്നു. സ്വർഗദൂതന്മാരെ സാക്ഷി വെച്ചിട്ടല്ലേ ഇതൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ സഞ്ചാരങ്ങളിലെല്ലാം ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്, ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. അതായത് വലിയവനായ ദൈവം എന്നിൽ വസിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ അവിശ്വസ്തയായ ഭാര്യയുടെ കാര്യമോ? ഏത് ഭാര്യ? ഏതോ ഒരു ഭാര്യ. അപ്പോൾ അവിശ്വസ്തനായ ഒരു ഭർത്താവിൻ്റെ കാര്യം പാസ്റ്റർ പറഞ്ഞല്ലോ. അതെ അതെ, നിശ്ചയമായി ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ ബോധമില്ലേ? ഇല്ല, അവർക്ക് ഈ ബോധമില്ല. ബോധമുണ്ടെങ്കിൽ ഈ സംഭവം എടുത്ത് ഒരു പരപുരുഷനെ ചാറ്റ് ചെയ്യാൻ നേരത്ത്, ഏത് ഒരു പരപുരുഷനെ ചാറ്റ് ചെയ്യാണ്, ചാറ്റ് ചെയ്യാന്നല്ലേ പറയുന്നത് ഇങ്ങനെ എഴുതി വിടുന്നതിന്? അതെ അതെ, അങ്ങനെ ചാറ്റ് ചെയ്യുകയാണ്. രാത്രിയും പകലും ഒക്കെ ചാറ്റ് ചെയ്യുകയാണ്. അത് കേൾക്കുന്ന ഞാൻ ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. അവർക്ക് ആർക്കും ഞെട്ടലില്ല, അവർക്കാർക്കും ഞെട്ടലില്ല. അങ്ങനെ അങ്ങോട്ട് അയക്കുന്നു, ഇങ്ങോട്ട് അയക്കുന്നു, പല പല കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നു. അപ്പോൾ അന്നേരം പരിശുദ്ധാത്മാവ് കൂടെയില്ലേ? ഈ നിങ്ങൾ പറഞ്ഞ പിതൃപുത്ര പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം കൂടെയില്ലേ? ഉണ്ട് സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് അങ്ങനെയൊന്നും ഇട്ടിട്ട് പോവില്ല. അപ്പോൾ അത് തെറ്റല്ലേ, പാപമല്ലേ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്ന പോലെയല്ല. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിരിക്കുന്നു.
പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ദുഃഖിച്ചിരിക്കുന്നു. പ്രവർത്തിക്കാൻ അവരനുവദിക്കുന്നില്ല. അവരുടെ ഇച്ഛ, അതായത് അവരുടെ വിൽ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നില്ല. ഇവിടെയാണ് ദേഹി എന്നുള്ള വിഷയം, അഥവാ സോൾ, അതിൻ്റെ പഠനം, അതിൻ്റെ ഗൗരവം വരേണ്ടത്. അതായത് നമ്മുടെ ദേഹിയുടെ മേൽ, അവിടെയാണ് വില്ല്, മൈൻഡ്, ഇമോഷനൊക്കെ ഉള്ളത്. അതിൻ്റെ മേൽ സമ്പൂർണമായ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് വരണം. സമ്പൂർണ്ണ നിയന്ത്രണം വരണം. അതിനാണ് എബ്രായ ലേഖനം 4:12 പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ വചനമാകുന്ന വാള് ഇതിനകത്തേക്ക് കടന്നു ചെന്ന് പ്രാണനെയും ആത്മാവിനെയും വേർപിടിവിച്ച് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന പ്രാണന്റെ മണ്ഡലം താഴേക്ക് വന്ന് ആത്മമണ്ഡലം ഉയർന്നു വരണം. നമ്മുടെ ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അവിടെ വസിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ പാകത്തിന് നമ്മൾ അനുവദിക്കണം. ഇച്ഛകളെ നിയന്ത്രിക്കാൻ, അതായത് എൻ്റെ ജീവിതം സമ്പൂർണ്ണമായി ആ ഒരു സമർപ്പണത്തിലേക്ക് വന്നെങ്കിലേ ഇതൊക്കെ സാധിക്കൂ. അപ്പോൾ എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ അതെൻ്റെ മൈൻഡ് തലത്തിലാണ് ഫോം ചെയ്യുന്നത്, എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ആരാ? എൻ്റെ ഇച്ഛാശക്തിയാണല്ലോ. അപ്പോൾ മനസ്സിൻ്റെ മേൽ, ഇച്ഛയുടെ മേൽ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം വരുമ്പോൾ തെറ്റായ വഴിയിലേക്ക് നീങ്ങാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പലയിടങ്ങളിലും പലരും തെറ്റായ വഴികളിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഈ പഠനങ്ങൾ ഗൗരവമാണ്. ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ബോധ്യങ്ങളില്ലാത്തത് കൊണ്ടാണ്. കാരണം അതിൻ്റെ നിലയിൽ ധരിപ്പിക്കുന്നില്ല. ഞാനും നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ അല്ല. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു നേഴ്സായി, അല്ലെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ഒരു IT എഞ്ചിനീയറായി, അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ ബാംഗ്ലൂരിൽ എത്തിപ്പെട്ടു, അവിടെ ഒരു IT പ്രൊഫഷണലായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മുംബൈയിൽ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഗൾഫിൽ എത്തപ്പെട്ടു. ഈ പറഞ്ഞ ഏതെങ്കിലും ജോലി ആയിക്കോട്ടെ, 1-2 പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ യൗവനക്കാരായിരിക്കാം, നിങ്ങൾ മധ്യവയസ്കരായിരിക്കാം, നിങ്ങൾ കുറച്ചുകൂടെ മുതിർന്നവരായിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ. കണ്ടീഷൻസ് മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ ദൈവത്തിനൊരു സമാഗമന കൂടാരം ഇല്ല. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഒരു യെരുശലേം ദേവാലയം ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം ആകുന്ന കൂടാരത്തിലൂടെയാണ് ദൈവം നിവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് വലിയവനായ ദൈവം പാപിയെ ആകർഷിച്ചു കൊണ്ടുവരുന്നത് എങ്ങോട്ടാ? നമ്മിലേക്ക് പാപിയെ ആകർഷിക്കും. നമ്മിലേക്കല്ല ആകർഷിക്കുന്നത്, ശരിക്കും നമ്മിൽ വസിക്കുന്ന ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിങ്കിലേക്കാണ് പാപികൾ ആകർഷിക്കപ്പെട്ടു വരുന്നത്. നാം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പാപികളായവർക്ക് പാപബോധം ഉളവാകും. മന്നയും കാടയുടെ പ്രസംഗിച്ചതിന് ശേഷം ജമ്പ് ചെയ്ത് വരുന്ന വരവ് നോക്കി, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ മതിയായിരുന്നു. പക്ഷെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സമാഗമന കൂടാരത്തിൽ ദൈവ സാന്നിധ്യം ജനം തിരിച്ചറിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ സെയിം കാര്യമാണ് ഇന്ന് പുതിയ നിയമത്തിൽ നടക്കുന്നത്. നാം ആകുന്ന കൂടാരത്തിൽ ദൈവ സാന്നിധ്യം, സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദൈവം അല്ല വന്നിരിക്കുന്നത്. അന്ന് കൂടാരത്തിൽ ഇറങ്ങിയ ദൈവം, യെരുശലേം ദേവാലയത്തിൽ ഇറങ്ങിയ ദൈവം, ആ ദൈവം തന്നെ എന്നിൽ വസിക്കുകയാണ്. ഞാൻ ആയിരിക്കുന്ന ഓഫീസിൽ, ഞാൻ ആയിരിക്കുന്ന ഇടത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. കാരണം ഞാൻ പ്രാർത്ഥനയോടെയാണ് സഞ്ചരിക്കുന്നത്, ഞാൻ പ്രാർത്ഥനയോടെയാണ് ഓരോരോ കാര്യങ്ങളിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ആ ബോധ്യത്തോടെയാണ് പോകുന്നത്. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന, അല്ല ഞാനുമായിട്ട് സമ്പർക്കത്തിലേക്ക് വരുന്ന വ്യക്തിക്ക്, അതായത് ദൈവത്തിൻ്റെ നിമിഷത്തിലാണത് സംഭവിക്കുകയുള്ളൂ. വരുന്ന എല്ലാവർക്കും ഭാവബോധം ഉണ്ടാകുന്നല്ല അർത്ഥം. ദൈവം ആരെയൊക്കെയോ ആകർഷിക്കുന്നുണ്ട്, നമുക്കറിയില്ല ആരെയൊക്കെയോ ആകർഷിക്കുന്നതെന്ന്. ചില മനുഷ്യരെ നമ്മിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരും. നമ്മളതെല്ലാം സാധാരണമാണെന്ന് ചിന്തിക്കും. ആയിരിക്കാം, നമുക്ക് സാധാരണമായിരിക്കാം. പക്ഷെ ദൈവത്തിന് ചില പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട്. തൻ്റെ കൂടാരത്തിലേക്കാണ് അടുപ്പിക്കുന്നത്. തൻ്റെ കൂടാരത്തിൽ യാഗപീഠമുണ്ട്, അതായത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവുണ്ട്, ക്രൂശിന്റെ ഉപദേശമുണ്ട്, തേജസ്സിന്റെ സുവിശേഷം ഇതിൽ നിന്ന് പുറപ്പെടും. അപ്പൊ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് തിരുഹിതം വെളിപ്പെട്ട് വരുമ്പോൾ, തിരുവെഴുത്തുകളെ ആസ്പദമാക്കി നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ, നമ്മുടെ കേൾവിക്കാരനെ പരിശുദ്ധാത്മാവ് പിടിച്ചുലയ്ക്കും. അവന് താങ്ങാൻ കഴിയില്ല. അപ്പം നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്വമൊക്കെ എത്ര ഗൗരവമാണെന്ന് ചിന്തിച്ച്. ചുമ്മാ ഒരു കത്തോലിക്കനോ ചുമ്മാ ഒരു യാക്കോബക്കാരനോ ഇതൊക്കെ മനസ്സിലാവുമോ സഹോദരങ്ങളെ? ഞാൻ അവരെയും കൊച്ചാക്കിയല്ല ഈ പറയുന്നത്. നമുക്ക് ലഭിച്ച വെളിപ്പാടിൽ സന്തോഷിച്ച് പറയുന്നതാണ്. നമുക്കെങ്ങനെയാണ് വെളിപ്പാട് ലഭിച്ചത്? വീണ്ടും ജനിച്ചതുകൊണ്ട്. വീണ്ടും ജനിച്ച് ദൈവകുടുംബത്തിൽ അംഗമായി തീർന്നു, പുത്രനോട് ചേരുവാൻ സ്നാനമേറ്റു, കാത്തിരുന്ന ആത്മാവിൽ നിറയപ്പെട്ടു,
ഈ കാരണങ്ങളാൽ എല്ലാമാണ് നമുക്കിന്ന് ഈ വെളിപ്പാടും ബോധ്യങ്ങളൊക്കെ ലഭിച്ചത്. അല്ലാതെ നമ്മളെന്തെങ്കിലും നേർച്ച നേർന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ച അർപ്പിച്ചതുകൊണ്ടോ ഒന്നുമല്ല. മഹാകൃപയാൽ വലിയ ബോധ്യങ്ങൾ നമുക്ക് തന്നു, വലിയ ബോധ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ പിക്ചറിൽ നിന്ന് മനോഹരമായ ഒരു ആശയം നമുക്ക് പരിശുദ്ധാത്മാവ് തുറന്നു തന്നു. ഇതെന്തുകൊണ്ട് പറഞ്ഞെന്നുള്ളത് ഞാൻ പുറപ്പാട് ദിവസം 20:20 വെച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നാം ഓരോരുത്തരും ദൈവത്തെ ഭയപ്പെടണം. അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ ഗൗരവമായൊരു ജീവിതത്തിലേക്ക് നാം വന്നിരിക്കുന്നു. കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ മെസ്സേജിൽ പറഞ്ഞത്, നിന്റെ ജീവിതം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി തലവെക്കാനുള്ളതല്ല. നിനക്കങ്ങനെ തലവെക്കാൻ പറ്റുമോ? നിന്നെ ഒരുവൻ വില കൊടുത്ത് വാങ്ങിച്ചതാ, കാനത്ത വില കൊടുത്ത് വാങ്ങിച്ചതാ. നിനക്ക് ഇഷ്ടമുള്ള പോലെ ഒരു മുഴുവൻ കയറിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ നിന്റെ തോന്നലാണ്. അതുകൊണ്ട് അന്ന് ഞാൻ ചോദിച്ചത്, ആരാ നിന്റെ പാസ്റ്റർ എന്നൊക്കെ ചോദിച്ചില്ലേ? നിന്റെ പാസ്റ്റർ ആരാന്ന് ചോദിച്ചില്ലേ? അതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടാണ് ചോദിച്ചതെന്ന് കൂട്ടിക്കോ. കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായില്ല. പക്ഷെ ഞാൻ ചോദിച്ചതിനൊക്കെ ഗൗരവമുണ്ട്. എന്തൊക്കെയോ എൻ്റെ കൺമുമ്പിൽ ഇരിക്കുകയെന്ന് കൂട്ടിക്കോ നിങ്ങൾ. അതുകൊണ്ട് കർക്കശ്യമായിട്ട് ചോദിച്ചത്, ആരാ നിന്റെ പാസ്റ്റർ എന്ന്. വിലപ്പെട്ട ഒരു ജീവിതം നിനക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് ഉടയ്ക്കാൻ നിനക്ക് അനുവാദമില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ മുഴു രക്തവും വിലാപ്പുറത്ത് കുത്തിയപ്പോൾ പിന്നെ വെള്ളമാ വന്നത്. മുഴു രക്തവും ഊറ്റിയാ വീണ്ടെടുത്തത്. അല്ലെങ്കിൽ ഈ വഴിക്കൊന്നും വരരുതായിരുന്നു. ഈ വഴിക്ക് വന്നത് പരമാർത്ഥമാണെങ്കിൽ വിശുദ്ധ ജീവിതം നയിച്ചു കൊള്ളണം. ഈ വഴിക്ക് വന്നത് പരമാർത്ഥമാണെങ്കിൽ ഒരു പഴയ നിയമ ഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തൊടരുത്, അതിന്റെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. സൗരങ്ങൾ, ഇതൊക്കെ വളരെ സീരിയസ് ആയ വാക്യങ്ങളാണ്. ഇത് നമ്മുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും പറയാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഒരു സൂചനയ്ക്ക് വേണ്ടി തന്നതാണ്. നമ്മുടെ ഇന്നത്തെ പ്രസംഗം ഇതൊരു പ്രത്യേക രീതിയിലാണ് പോയത്. പക്ഷേ ആ നിയോഗം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. ഈ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. കണ്ടോ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. അത് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് കെഹാത്യരോടുള്ള ബന്ധത്തിലാണ് ആ വാക്യം വരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളൊക്കെ ചുമക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. കെഹാത്യരാണെന്ന്. യെരുശലേം ദേവാലയം രംഗത്ത് വന്നതിന് ശേഷമാണെങ്കിലും അതിലെ പല കാര്യങ്ങളോടുമുള്ള ബന്ധത്തിൽ കെഹാത്യർക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ദിനവൃത്താന്ത പുസ്തകത്തിലുണ്ട്, കെഹാത്യരുടെ വേലയെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാക്യം പുതിയ നിയമത്തിലേക്ക് എടുക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് എടുക്കുമ്പോൾ നാമാണ് കൂടാരം എന്ന് പറഞ്ഞു. കൂടാരത്തിലെ ഉപകരണങ്ങൾ ചുമക്കുന്ന കെഹാത്യരും നാം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ വിശുദ്ധമായ ഉപകരണങ്ങൾ മോസ്റ്റ് ഹോളിയാണ്, അതിവിശുദ്ധമായ ഉപകരണങ്ങൾ എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അതിവിശുദ്ധമായ ഈ ഉപകരണങ്ങളൊക്കെ ചുമക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെയുള്ള നാം വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്. മുന്നറിയിപ്പുകളല്ലേ അത്? മുന്നറിയിപ്പുകളാണ്. ഒടുക്കം എന്താ പറയുന്നത്? നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ എന്ന് പറയാനുണ്ടായ കാരണം എന്താ? അതായത് ഈ കൂടാരത്തിലെ ഉപകരണങ്ങളെല്ലാം നിർമ്മലമാണ്. മുന്നമേ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ കൂടാരത്തിനകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിലെ നിലവിളക്ക് കാണുന്നു. അത് നിർമ്മലമായ തങ്കം കൊണ്ട് പണിയപ്പെട്ട നിലവിളക്കാണ്. ആ മേശമേലിരിക്കുന്ന അപ്പത്തിന് മേൽ വെച്ചിരിക്കുന്ന കുന്തിരിക്കം, ആ കുന്തിരിക്കം നിർമ്മലമായ കുന്തിരിക്കമാണ്. അതുപോലെ ആ ധൂപപീഠത്തിൽ വരുമ്പോൾ അവിടെ അർപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിർമ്മല സാമ്പ്രാണി. അങ്ങനെ ഈ കൂടാരത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അതെല്ലാം നിർമ്മലമായ കാര്യങ്ങളാണ്. 1 യോഹന്നാൻ 4:3 വായിച്ചേ. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇവിടെ കാണുന്നത് തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്നാണ്. അതായത് നാം തന്നെത്താൻ നിർമ്മലീകരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന്. അപ്പോൾ പാസ്റ്റർ വന്നിട്ട് നിർമ്മലീകരിക്കണ്ടേ? പലരും പറയുന്ന എക്സ്ക്യൂസ് എന്താണെന്നറിയാവോ? അയ്യോ, ഞങ്ങളുടെ ഈ ടൈം വന്നിരിക്കുന്ന പാസ്റ്റർ ശരിയല്ലെന്നാണ് പറയുന്നത്.
നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പുള്ളി കുഴപ്പക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് വേണം? എക്സ്ക്യൂസ് വേണോ? അതെങ്ങനെ എക്സ്ക്യൂസ് തരും? ഇവിടെ വചനത്തിൽ നാം കാണുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം നമ്മൾ പോകുന്ന ഫെലോഷിപ്പിൽ അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിലോ അതിനെന്താ കുഴപ്പം? ദൈവം എത്രയോ ദൈവദാസന്മാരെയാണ് എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. സിസ്റ്റമെല്ലാം അപ്ഗ്രേഡ് ചെയ്തില്ലേ? ടെക്നോളജി ഡെവലപ്പ് ചെയ്തില്ലേ? ഓൺലൈൻ മീറ്റിങ്ങുകൾ വന്നില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള വചനങ്ങൾ ഇന്ന് വെളിപ്പെട്ട് കിട്ടുന്നില്ലേ? വിരൽ തുമ്പിലല്ലേ നമ്മെ നിർമ്മലീകരിക്കാൻ ഉതകുന്ന വചനങ്ങൾ വെളിപ്പെട്ട് വരുന്നത്? നമ്മെ ദൈവഭയത്തിൽ നിർത്തുവാൻ ഉതകുന്നതായ വചനങ്ങളല്ലേ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ കേൾക്കുന്നത്? ആഗ്രഹമുള്ളവനെ ദൈവം ഇത് കേൾപ്പിക്കും. ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞേ, എൻ്റെ ഒരു സ്നേഹിത മീറ്റിങ്ങിന് വരുന്നുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. ആഹാ. അപ്പം ഞാൻ ചോദിച്ചു, സ്നേഹിതം വരുമെന്ന് പറഞ്ഞിട്ട് വന്നോന്ന് ചോദിച്ചു പറഞ്ഞ ആളോട്. സ്നേഹിതം വന്നു, പുള്ളി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോയിന്ന്. ഏത്? ഈ കഴിഞ്ഞ സൺഡേയിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഘനമേറിയ വെളിപ്പാടുകൾ പറയുക. അതിനിടയിൽ അരമണിക്കൂറിനുള്ളിൽ ആൾ പോയി എന്ന് പറഞ്ഞു. എൻ്റെ കർത്താവ്, കൊച്ചിയിലെ കളക്ടറാണ് വരുന്നെങ്കിൽ പോലും പുള്ളി എന്നാൽ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിക്കും. ഇടയ്ക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് ചുമ്മാ സാധാരണ ഓരോ മനുഷ്യർ ഈ കിട്ടിയ അവസരം, പലരും പറയുന്ന അവിടെ കേൾക്കാനില്ല, ഇവിടെ കേൾക്കാനില്ല, ആ സഭയിലില്ല, ഈ സഭയിലില്ല, ആ പാസ്റ്റർ പറയുന്നില്ലെന്നൊക്കെയാണ്. എന്നാൽ പറയുന്ന പാസ്റ്റർമാരുണ്ടല്ലോ, അത് കേൾക്കാനായിട്ടൊന്നും മനസ്സ് വെക്ക്. അവങ്കലി പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കണം. നിങ്ങൾ തന്നെത്താൻ ആ നിർമ്മലീകരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ് നിർമ്മല വചനങ്ങളെ പ്രസംഗിക്കുന്നത്. ഇതിനകത്ത് ഒന്നും കൂട്ടി ചേർത്തിട്ടില്ല, അശേഷം വെള്ളം ചേർത്തിട്ടില്ലെന്ന്. എന്തെങ്കിലും പ്രതിഫലേച്ഛയോടുകൂടിയോ ലാഭേച്ഛയോടുകൂടിയോ ഒന്നും പ്രസംഗിക്കുന്നതല്ല. ഒരു ലാഭവും വേണ്ട, ഒരു പ്രതിഫലവും ആരും തരണ്ട, ഒരു കട്ടൻ ചായ പോലും ആരും തരണ്ട. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞാൻ പ്രസംഗിക്കുന്ന ആരോടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആരാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നൊരു ബോധ്യമുണ്ട്. ഏതെങ്കിലും സംഘടനയല്ല എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആരുടെയെങ്കിലും റിക്വസ്റ്റിന്റെ പേരിൽ ഞാനൊരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വന്നതുമല്ല. എന്നെ സ്വർഗം നിയോഗിച്ചിരിക്കുകയാണ് കുഞ്ഞാടിന്റെ കാന്തയോട് സംസാരിക്കാൻ. കാന്തയ്ക്ക് ബോധ്യം കൊടുക്കണം. വെളിപ്പാട് ദിവസം 19-7 വാക്യം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. എങ്ങനെയാ? നാം സന്തോഷിച്ച് ഉല്ലസിച്ച് കാന്തന് മഹത്വം കൊടുക്കുക. ഇത് ഇവിടെയല്ല ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് കാലങ്ങൾക്ക് മുമ്പ് ഫിലിപ്പ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് കാരാഗ്രഹത്തിൽ കിടന്ന ഒരു അപ്പോസ്തലൻ പറയുകയാണ്. പക്ഷെ ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. പലയിടങ്ങളിലും ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. മകളുടെ കല്യാണക്കാരി എങ്ങും എത്തിയിട്ടില്ലെന്നേ. ചെറുക്കിന് വയസ്സ് 39, ഇതുവരെ കല്യാണം വന്നിട്ടില്ല. കല്യാണവും ഈ പറഞ്ഞ കാര്യമായിട്ട് എന്നാ ബന്ധം? അത് ഈ ഭൂമി ജീവിക്കുമ്പോൾ സാമൂഹികമായി നടക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാതാപിതാക്കൾക്ക് സ്വാഭാവികമായി ഉത്കണ്ഠയുണ്ടാകും. ഞാനും ഒരു പിതാവാണ്, അതുകൊണ്ട് എനിക്കും അത് മനസ്സിലാകും. പക്ഷേ ആ ഉത്കണ്ഠ നമ്മളെ കാർന്നു തിന്നാൻ ഇടയാകരുതെന്നേ. അല്ലെങ്കിൽ ആ ചിന്തകൾ, ആ ആദി, അത് നമ്മളെ വരിഞ്ഞു മുറുക്കാൻ ഇടയാകരുത്. അത് സ്വാഭാവികമായി കടന്നു വരും. അത് കടന്നു വന്ന് അങ്ങനെ അങ്ങ് പൊക്കോട്ടെ. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പൊന്നെ, പെങ്കൊച്ചിൻ്റെ കല്യാണക്കാര്യം 26-27 ആ കാര്യത്തിലേക്ക് എത്തുന്നില്ലല്ലോ എന്ന ചിന്ത വരും. അമ്മയപ്പന്മാർക്ക് വരും. ആര് പറഞ്ഞു വരില്ലെന്ന്? മനുഷ്യനാണേ വരും. വരുന്നില്ലെങ്കിൽ, അങ്ങനെയൊന്നും ഒരിക്കലും വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഹെലികോപ്റ്റർ വരേണ്ട സമയമായി, മാലാഖമാരായി കഴിഞ്ഞു, ഇവിടുന്ന് പോണ്ടതാ. മനുഷ്യന്മാരാണെങ്കിൽ അങ്ങനത്തെ ചിന്ത വരും. പക്ഷെ ആ ചിന്തകൾ കൂടുകൂട്ടരുത്. ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടുകൂട്ടരുത്. അത് നമ്മളെ പിടിച്ച് ഉലയ്ക്കരുത്. അതങ്ങനെ കടന്നങ്ങ് പോട്ടെ, ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു പോട്ടെ, സാരമില്ല. പക്ഷെ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് മഹത്വം കൊടുക്കുക. ആർക്കാ? കാന്തന്. നാം സന്തോഷിക്കേണ്ടതിൻ്റെ കാരണം എന്നാ? നാം മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട മനുഷ്യരാണ്. ഇനി മരണത്തിന് നമ്മുടെ മേലെ ഒരു കാര്യവുമില്ല. നാം ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞവരാണ്. അത് എങ്ങനെയാണ് സാധിച്ചത്?
നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയനായ കർത്താവ്, നമ്മുടെ കാന്തൻ, അവൻ മരണം ടേസ്റ്റ് ചെയ്തെന്നാണ് വായിക്കുന്നത് എബ്രായ ലേഖനം 2:9. അവൻ മരണം രുചിച്ചു. നാം പോകേണ്ട സ്ഥാനത്തേക്ക് താനെ കടന്നുപോയി ആ ശിക്ഷ പൂർണ്ണമായും അനുഭവിച്ചു. ശിക്ഷ ഏറ്റെടുത്തു. ഭയങ്കര ഭയാനകമായ ശിക്ഷയായിരുന്നു. ആ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുക. നമ്മളോട് സുവിശേഷം പറഞ്ഞ ദൈവദാസന്മാർ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അത് വരച്ചു വെച്ച് തന്നില്ലേ? അവൻ്റെ പുറം ഉഴവുചാല് പോലെ ഉഴുതുമറിച്ച് ആ കാഴ്ചകൾ നമ്മൾ കണ്ടതല്ലേ? അവൻ്റെ പ്രാണനൊരു അകർത്തിയാഗമായി തീർന്ന് നമ്മൾ കണ്ടതല്ലേ? ആ ഗബ്ബത്ത എന്ന കൽത്തളത്തിൽ ആ പടയാളികളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാ? സകലത്തെയും ചമച്ചവൻ, വേഷാൽ മനുഷ്യനായി മനുഷ്യവർഗത്തിൻ്റെ ശാപവും പാപവും വഹിച്ചുകൊണ്ട്, അതെ, പാപം വഹിച്ചുകൊണ്ടാണ് ഗബ്ബത്തായിൽ നിൽക്കുന്നത്. അതിനു മുമ്പാണ് ഗെതസമനയിൽ നിന്ന് നേരെ വരുന്നത് മഹാപുരോഹിതന്റെ അരമനയിലേക്കാണ്. അവിടെ നിന്ന് പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത്. അവിടെയാണ് ചില വിസ്താരങ്ങൾ ഉണ്ടായത്. വിസ്താരങ്ങൾക്കിടയിലാണ് കർത്താവിനെ ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് വിട്ടത്. അങ്ങനെ ആ 2 കള്ളന്മാരും കൂടി കർത്താവിനെ വിസ്തരിച്ച് പിന്നത്തേതിൽ കർത്താവിനെ ആ ചാട്ടവാറ് കൊണ്ട് അടിപ്പിക്കാൻ ഏൽപ്പിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. ആ അടിയെല്ലാം കൊണ്ടതിന് ശേഷമാണ് ആ മരക്കുരിശും ഏന്തിക്കൊണ്ട് ഗോൽഗോഥായിലേക്ക്, ആ മലമുകളിലേക്ക്, കാൽവറി മലയിലേക്ക് നടന്നുപോയത്. ഇപ്പൊ ഗെതസമനയിൽ പാപം വഹിച്ചു. ഈ മരക്കുരിശ് എടുക്കുന്നതോ ആ അടി കൊണ്ടതോ അതൊന്നും ഒരു സബ്ജക്റ്റ് അല്ല. അതിനൊന്നുമല്ല പ്രാധാന്യം. പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. പാനപാത്രം കൊടുത്തു കുടിക്കാനായിട്ട് അതിൻ്റെ മട്ടുവരെ വലിച്ചു കുടിക്കേണ്ടി വരും. അങ്ങനെ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. കൃപ നമ്മെ ലിഫ്റ്റ് ചെയ്തു ഈ രക്ഷയിലേക്ക്. അങ്ങനെ ആ രക്ഷയിലേക്ക് വന്ന് നാം സന്തോഷിക്കണം. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ പേരിലുള്ള ന്യായവിധി മായ്ച്ചു കളഞ്ഞു. ആ ന്യായവിധിയൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ടാണ് നമ്മെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കാരണത്താൽ നാം സന്തോഷിച്ചാൽ മാത്രം പോരാ, സന്തോഷിച്ച് ഉല്ലസിക്കണം. ഒരു ക്രൈസ്തവന്റെ ഉള്ളിൽ ആ ആനന്ദം എപ്പോഴും ഉണ്ടായിരിക്കണം. സത്യക്രിസ്ത്യാനിയുടെ ഉള്ളിലെ ആ സന്തോഷം, ആ ആനന്ദം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു പഴയ പാട്ട് നമ്മൾ പാടാറില്ലേ? ആനന്ദം ആനന്ദമേ ക്രിസ്തീയ ജീവിതം ആനന്ദമേ എന്ന് പറഞ്ഞ് പാടാറുണ്ട്. ഇപ്പം എങ്ങനെ പാടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ പാട്ടാ അതൊക്കെ. ആനന്ദം ആനന്ദമേ ക്രിസ്തീയ ജീവിതം ആനന്ദമേ എന്നാണ് പറയുന്നത്. അല്ലാതെ ക്രിസ്തീയ ജീവിതം മാറത്തടിയാണെന്നൊന്നും അല്ല പറയുന്നത്. ആനന്ദമാണ്, ആനന്ദ ജീവിതമാണ്, ആനന്ദ ജീവിതമാണ്. അത്ര ഭയങ്കരമായ വിടുതലാണ്. പക്ഷെ വാക്യത്തിലേക്ക് പൂർണ്ണമായി ഞാൻ വന്നില്ല. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. അതെങ്ങനെ ഈ മഹത്വം കൊടുക്കുന്നത്? കാന്തയുടെ ജീവിതം കൊണ്ട് കാന്തന് മഹത്വം ലഭിക്കണം. കാണുന്നിടത്തെല്ലാം എങ്ങനെ പറയോ അതിന്, ചെണ്ടപ്പുറത്ത് കോല് വയ്ക്കുന്നിടത്തെല്ലാം ചുറ്റിക്കറങ്ങി നടന്നല്ല കാന്തന് മഹത്വം കൊടുക്കുന്നത്. വളരെ അച്ചടക്കമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണം, ഒരു സമർപ്പിത ജീവിതം നയിക്കണം, വചനത്തിൽ വളരണം, ആത്മാവിൽ നിറയണം. അങ്ങനെ കാന്ത മഹത്വം കൊടുക്കണം. എന്നിട്ട് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പം ഈ കാന്തയെ ഒരുക്കാനല്ലേ 5 വിധ ശുശ്രൂഷകരെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. പലരും പരാതി പറയുന്നുണ്ടെന്നാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അവരൊരുക്കുന്നില്ല, ഇവരൊരുക്കുന്നില്ല, ആ പാസ്റ്റർ ശരിയല്ല, ഈ പാസ്റ്റർ ശരിയല്ല, മൊത്തം കുഴപ്പമാണ്, പെന്തിക്കോസിൽ അകപ്പാട് കൂടി കുഴപ്പമാണ്. ഇതൊക്കെ എവിടെ പോയി പറയും നമ്മളിതൊക്കെ ആരോട് പറയും? പെന്തിക്കോസിൽ കുഴപ്പമുണ്ട്, ലോകത്ത് മുഴുവൻ കുഴപ്പമുണ്ട്, സകല സ്ഥലത്തും കുഴപ്പമുണ്ട്. പക്ഷെ ഈ കുഴപ്പത്തിൻ്റെ നടുവിലാണ് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത്. നാം സന്തോഷിച്ച് ഉല്ലസിക്കുക. അതിന് കാരണമുണ്ടെന്നേ. മലയാളത്തിലൊരു പാട്ടുണ്ടല്ലോ, കൈകൊട്ടിപ്പാടാൻ ഏറെ കാരണമുണ്ടെന്നോ അങ്ങനെ എങ്ങാണ്ടൊക്കെ പറഞ്ഞു. ഞാൻ സാധാരണ ഈ പുതിയ പാട്ടുകളൊന്നും അങ്ങനെ അധികം പാടാറില്ല, എനിക്കൊട്ട് വശവുമില്ല. അങ്ങനെ എന്തൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കൈകൊട്ടിപ്പാടാൻ ഏറെ കാരണമുണ്ടെന്നോ മറ്റോ പറഞ്ഞ്. അതെന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല. വിടുതൽ ലഭിച്ചതുകൊണ്ടാണോ, ജോലി കിട്ടിയതുകൊണ്ടാണോ, കടഭാരം മാറിയതുകൊണ്ടാണോ, ഏതർത്ഥത്തിൽ ആ പാട്ടുകാരൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഇതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാത്തയാളാണ് ഞാൻ. അതിനൊന്നും ഒരു പ്രാധാന്യമില്ല, അതെല്ലാം സെക്കൻഡറി, അതിനൊന്നും ഒരു ഗൗരവമില്ല. പ്രൈമറിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താ അത്? പാപത്തിൻ്റെ പടുകുഴിയിൽ, ആ ചേറ്റുകുഴിയിൽ, ചീഞ്ഞളിഞ്ഞ ചേറ്റുകുഴിയിൽ കിടന്നതാ.
നാറ്റം വമിച്ചു തുടങ്ങിയ സാഹചര്യത്തിലാണ് എൻ്റെ കാതുകൾ സുവിശേഷം കേട്ടത്. ആ കേട്ട സുവിശേഷം ഒരു തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഞാനിവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണം പാപമാണ്. പാപം എന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചങ്ങലകളാണ് എൻ്റെ കയ്യിലും കാലിലും. ഞാൻ ബന്ധനസ്ഥനാണ്, ഞാൻ അടിമയാണ്, പാപത്തിൻ്റെ അടിമയാണ്. ഞാൻ അതിൻ്റെ ഇഷ്ടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അവയവങ്ങളിലെല്ലാം ഭോഗേച്ഛകളുണ്ട്. ആ തിരിച്ചറിവിലേക്ക് ഞാൻ എത്തുകയാണ്. ഈ ഇത്ര വലിയ മരണത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും എന്നൊക്കെയുള്ള എൻ്റെ വിലാപം പരിശുദ്ധാത്മാവിലേക്ക് ബോധ്യം തരികയാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ രക്ഷകനെ കാണിച്ചു തരികയാണ്. രക്ഷകൻ എന്നെ രക്ഷിച്ചു ഉയർത്തി സ്വർഗതലങ്ങളിലേക്ക് ഉയർത്തി, ഹെവൻലി റെലംസിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ സന്തോഷിച്ച് ഉല്ലസിക്കണമെന്നാ പറഞ്ഞത്, വേറെ ഒന്നുമല്ല പറഞ്ഞത്. അവിടെ ഞാൻ സന്തോഷിച്ച് ഉല്ലസിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ വേറെ എവിടെ വെച്ചാൽ സന്തോഷിക്കുന്നത്? മരിച്ചു കഴിഞ്ഞിട്ടാണോ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പറയുന്ന ഈ പ്രസംഗിക്കുന്ന ഞാൻ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നൂലാമാലകളോ ഒന്നുമില്ലാത്ത ആളാണെന്നൊന്നും നിങ്ങൾ ധരിക്കരുത്. ഞാൻ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളയാളാണ്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴും ഞാൻ ശാന്തമായിരുന്നതിൻ്റെ കാരണം ഈ സത്യങ്ങൾ അറിഞ്ഞ നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില കാറ്റുകളും കൊടുങ്കാറ്റുകളും ഒക്കെ അടിക്കാറില്ലേ? അടിച്ചിട്ടുണ്ട്. എനിക്കറിയാം പലരുടെയും ജീവിതം വലിയ കൊടുങ്കാറ്റുകൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചില സമയത്ത് പതറിപ്പോവും, സങ്കടപ്പെട്ടു പോവും, താങ്ങാൻ കഴിയാതെ പോവും. അങ്ങനത്തെ വിഷയങ്ങളാണ് മുമ്പിൽ വരുന്നത്, വലിയ വിഷയങ്ങൾ. എന്നാൽ മനസ്സിലാക്കേണ്ടത് അതൊന്നും നമ്മെ എന്നും വരിഞ്ഞു മുറുക്കി നിർത്താൻ ഇടവരരുത്. നാം ആ സന്തോഷത്തിലായിരിക്കണം. ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ആ ആനന്ദ ജീവിതത്തിലായിരിക്കണം നമ്മൾ. മനസ്സിലാക്കുക. ഇവിടെ അവസാനം പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്ത തന്നെത്താൻ ഒരുക്കണം. ഒരുക്കാൻ വേണ്ടിയാണ് അഞ്ചുവിധ ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നത്. അവർ ഒരുക്കിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവർ കണക്ക് പറഞ്ഞോളൂ. അവരെ കൊണ്ട് കണക്കിൻ്റെ കണക്കും പലിശയും കൂട്ടുപലിശയും കൊടുപ്പിക്കും. അത് വേറെ കാര്യം, അത് വേറെ ഫയലാ. ഇത് ഞാൻ നിങ്ങളോട് നേരിട്ടാണ് സംസാരിക്കുന്നത്. ശുശ്രൂഷകരെയൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, നേരിട്ട് സംസാരിക്കുകയാണ്. അതൊന്നും വിലപ്പോവില്ല അവിടെ. നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം ഒരുക്കാനായിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. സത്യവചനം കേൾക്കാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത ചില സഹോദരങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും കേൾക്കാൻ ഒരു സാഹചര്യമില്ല. കാരണം അവരായിരിക്കുന്ന ആ സ്ഥലത്ത് വെറും ന്യൂജൻ ചർച്ചുകളേ ഉള്ളൂ. അങ്ങനത്തെ ചില ന്യൂജൻ കൂട്ടായ്മകളിലാണ് അവർ ചെന്നുപെട്ടത്. അല്ലാത്ത കൂട്ടായ്മകളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അല്ലാത്ത കൂട്ടായ്മ അവിടെ ഇല്ല. പിന്നെ ഇനി എന്ത് ചെയ്യും? വളരെ സങ്കടമുണ്ട്. അവർ വേദോത്സവമൊക്കെ വായിക്കുമ്പോൾ പുസ്തകത്തിലെ കാര്യങ്ങളുമായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യത്തിനും ഒരു ചേർച്ചയില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവർ നമ്മുടെ ചില മെസ്സേജുകൾ കേട്ടത്. അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ദൈവദാസന്മാരുടെ മെസ്സേജുകൾ അവർക്ക് കേൾക്കാനിടയായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. അങ്ങനെ അത് കേട്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷവും ആനന്ദവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ സന്തോഷം അവർ നമ്മളോട് പലപ്പോഴും പങ്കുവെച്ചിട്ടുണ്ട്. പാസ്റ്റർ ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ഈ പറഞ്ഞ പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. യേശുക്രിസ്തു ക്രൂശി മരിച്ചു നമുക്കറിയാം. അതല്ലാതെ അതിന് ഇത്ര ഡെപ്ത് ഉണ്ടെന്നോ ഇത്ര ഗൗരവമാണെന്നോ അങ്ങനെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം കേൾക്കാൻ ഇങ്ങനൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ആത്മാർത്ഥതയോടെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ചിലരൊക്കെ ചുമ്മാ പറയാറുണ്ട്, വലിയ സംഭവമാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചിലർ വരും. അങ്ങനെയൊന്നുമല്ല, നമ്മൾ വലിയ സംഭവമൊന്നുമല്ല. ഈ പറയുന്നത് വലിയ സംഭവമാണ്, വലിയ കാര്യമാണ് പറയുന്നത്. ആ കാര്യം സാധുക്കളായ ചില മനുഷ്യർ അങ്ങനെ തന്നെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാൻ കിട്ടിയിരുന്നില്ല, ഇപ്പോൾ അത് കേൾക്കാനിടയായി. കാതുകളിൽ അത് കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഉത്തരവാദിത്വം വർദ്ധിച്ചു. ഇനിയൊരു ബോധ്യമാണ് ലഭിക്കുന്നത്. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ അവങ്കിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ഈ പ്രത്യാശയുള്ളവരെല്ലാം തന്നെത്താൻ എന്ത് ചെയ്യണം? നിർമ്മലീകരിക്കണം. അതായത് വരാൻ പോകുന്ന സംവിധാനം, ഈ കാണുന്ന ഭൂമി ആകാശവും ഒഴിഞ്ഞു പോയിട്ട് തൽസ്ഥാനത്തേക്ക് ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെടും. അങ്ങനെ ആ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിൻ്റെ അംശിയും ഓഹരിക്കാരിയുമാകണമെങ്കിൽ ഈ പറഞ്ഞ നിലയിലേക്ക് എത്തണം. ആ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ സന്തോഷിച്ച് ഉല്ലസിക്കാമല്ലോ. ഇനി എന്താ തടസ്സം? അടുത്തത് എന്താ? തന്നെത്താൻ എന്ത് ചെയ്യണം?
നിർമ്മലീകരിക്കണം. തന്നെത്താൻ എന്ത് ചെയ്യണം? ഒരുക്കണം. അപ്പോൾ തന്നെത്താൻ നിർമ്മലീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൂടാരവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഉപകരണങ്ങളെ ചുമക്കുന്ന കെഹാത്യരെന്നുള്ള നിലയിൽ, സമർപ്പിതരെന്നുള്ള നിലയിൽ അത് ചിന്തിക്കണം, പഠിക്കണം. 1 യോഹന്നാൻ 3 ആ വാക്യം. ഇപ്പോൾ വായിച്ച വെളിപ്പാട് പുസ്തകത്തിലെ വാക്യത്തിലേക്ക് വരുമ്പോഴോ, സഭ കുഞ്ഞാടിൻ്റെ കാന്തി എന്ന നിലയിൽ അഥവാ മണവാട്ടി എന്ന നിലയിൽ അണിഞ്ഞൊരുങ്ങി സർവാഭരണ വിഭൂഷിതയായി അന്നേ ദിനം വരണം. അതിന് ജോയി അലുക്കാസി പോയി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതിനെല്ലാം ആത്മീയ അർത്ഥങ്ങളാണ്. അപ്പോൾ ആ ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം, ആ ഒരുക്കത്തിലേക്ക് വരണം. അതിനാണ് സത്യവചനം കേൾക്കണമെന്ന് പറയുന്നത്. അതിന് നിങ്ങൾ കാടയിറച്ചി തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരുങ്ങൂന്ന് പറ. കാടയിറച്ചി കഴിക്കുന്ന കാര്യം എന്തെന്നാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? അത് ജഡത്തിൻ്റെ അഭിലാഷത്തിൻ്റെ പൂർത്തീകരണമാണെന്നാണ് പറഞ്ഞത്. അപ്പം മന്നയോ അത് ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതാണല്ലോ. അപ്പോൾ കാടയ്ക്ക് വേണ്ടിയുള്ള ദാഹം അഥവാ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുന്ന കാര്യം അതെല്ലാം ജഡാഭിലാഷങ്ങളെ പൂർത്തീകരിക്കുന്നതാണ്. മറിച്ച് ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് ദൈവ ഉദ്ദേശം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കപ്പെടുന്ന കാര്യങ്ങളിൽ തൃപ്തരായി മുൻപോട്ട് പോകാൻ കഴിയും. ലഭിക്കപ്പെട്ട കാര്യത്തിൽ തൃപ്തരായി മുൻപോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇന്ന് പലർക്കും തൃപ്തിയില്ല. എന്താ തൃപ്തിയില്ലാത്തതിൻ്റെ കാരണം? ജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിമിത്തമാണ് തൃപ്തിയില്ലാതെ വരുന്നത്. ആ തൃപ്തിയോടുള്ള ബന്ധത്തിൽ ചേർത്ത് വായിക്കാം ഈ വെളിപ്പാട് ദിവസം 19:7. നാം സന്തോഷിച്ച് ഉല്ലസിക്കുക. അതെങ്ങനെയാണ് സന്തോഷിച്ച് ഉല്ലസിക്കുന്നത്? തൃപ്തിയുള്ളവർക്കല്ലേ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണ് തൃപ്തി ലഭിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് തൃപ്തി ലഭിച്ചത് തുടക്കത്തിലൊന്നും എനിക്ക് അത്ര മനസ്സിലായില്ല. തുടക്കത്തിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. രക്ഷയിലേക്ക് വന്ന ആരംഭ മാസങ്ങൾ, ആദ്യത്തെ 1-2 വർഷം, അത് പറഞ്ഞറിയിക്കാനാവാത്ത ആ സന്തോഷം. പിന്നീട് സന്തോഷമില്ലെന്നല്ല, എനിക്ക് ഏറ്റവും പ്രകടമായി മനസ്സിലാകുന്ന ഒരു കാര്യം അത്രയേ ഉള്ളൂ. അതല്ലാതെ ഞാൻ അങ്ങനെ അത്ര വലിയ ഈ തൃപ്തിയിലൊന്നും ആയിരുന്നില്ല. കാരണം എന്താ? ഞാൻ വലിയ തൃപ്തിയിലൊന്നും ആയിരുന്നില്ല. കാരണം ഞാൻ അന്നൊരു ബിസിനസ്സുകാരനായിരുന്നു. എനിക്ക് എൻ്റെ ബിസിനസ്സിൽ അഭിവൃദ്ധി വേണം. അപ്പോൾ അതിന് പാസ്റ്റർമാർ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കണം. അങ്ങനെ കാര്യങ്ങളെല്ലാം ഒന്ന് മെച്ചപ്പെട്ട് വരണം. അതൊക്കെ സാധാരണ മനുഷ്യനെന്നുള്ള നിലയിൽ ഞാൻ ചിന്തിച്ചിരുന്നതാണ്. പക്ഷേ പിന്നത്തേതിൽ കർത്താവ് ഈ മഹത്വമുള്ള വേലയ്ക്ക് വിളിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് എനിക്ക് ഇത്രയും ബോധം വന്നത്. അല്ലെങ്കിൽ എന്താണേലും ഒരു സൈഡ് വഴി അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡ് വഴി 2 അല്ലെങ്കിൽ 3 സ്തോത്രവും ഒരു 4 പ്രൈസിലോടും ഒക്കെ ആയിട്ട് അങ്ങനെ ഉരുണ്ട് വണ്ടി അങ്ങ് പോകും. അപ്പോൾ ഇപ്പോൾ പലതും അടുത്ത് നിന്ന് കാണുകയാണ്. ഞാൻ ഇന്നലകളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിനൊന്നും ഒരു പ്രാധാന്യമില്ലെന്നേ. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഉത്തരവാദിത്വം വലിയൊരു ദൗത്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഈ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അത് ഞാൻ കണ്ണാലെ കാണുന്നത് എന്നാ? കാഹളം ധ്വനിച്ച് കാന്ത കുഞ്ഞാടിൻ്റെ മുമ്പാകെ യോഗ്യയായി നിൽക്കുന്ന ആ സമയത്ത് എനിക്കും ആത്മസംതൃപ്തിയോടെ നിൽക്കാം. കാരണം ഈ വചനത്തിൽ അശേഷം വെള്ളം ചേർത്തിട്ടില്ല, ഇതുവരെ ചേർത്തിട്ടില്ല, ഇനിയൊട്ട് ചേർക്കാനും പ്ലാനില്ല. ആളുകൾ വരുവോ പോവുകയോ ആളുകൾ ഏറ്റെടുക്കുകയോ ഇല്ല, അതൊന്നും നമ്മുടെ സബ്ജക്റ്റല്ല. നമ്മൾ കാന്തയോടാണ് സംസാരിക്കുന്നത്. അല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല, അവർക്ക് ബോറടിക്കും. കാന്തയെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്, നീ കാട തിന്നാൻ വിളിക്കപ്പെട്ടവളല്ല. സമുദ്രത്തിൽ നിന്ന് പറന്നു വരുന്ന കാടയെ നോക്കി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ടവളല്ല. നീ പൊഴിയുന്ന മന്ന പെറുക്കേണ്ടവളാണ്. പ്രഭാതത്തിൽ മന്ന പെറുക്കണം. പ്രഭാതത്തിലാണ് മന്ന പെറുക്കേണ്ടത്. ഒത്തിരി പറയാനുണ്ട്. കർത്താവ് അനുവദിച്ച കഴിഞ്ഞ ആഴ്ചത്തിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ആഴ്ച പറയാം. അതേതായാലും പറയാതിരിക്കാൻ പറ്റില്ല, അത് അടുത്ത ആഴ്ച പറയാം. ഇന്നിപ്പോൾ അതിലേക്ക് ഞാൻ ഇനി കടക്കുന്നില്ല, സമയം ഏതാണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വാക്കുകളിലൂടെ ചുരുക്കുകയാണ്. എന്താണ് ഒടുക്കം പറയാനുള്ളത്? ഒടുക്കം പറയാനുള്ളത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നാം കാടയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടവരല്ല, പ്രഭാതത്തിൽ പൊഴിയുന്ന മന്നയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടവരാണ്. അതായത് പ്രഭാതത്തിൽ ഇത്തിരി കട്ടപ്പാടുണ്ട്. മഞ്ഞിനിടയിൽ പോയി ഇത് പെറുക്കിയെടുക്കണം. പിന്നീട് അത് കൊണ്ടുവന്ന് തിരികല്ലിൽ പൊടിച്ച് അത് സ്വാദിഷ്ടമായ ഭക്ഷണമാക്കി രൂപാന്തരപ്പെടുത്തണം. അങ്ങനെയൊക്കെയാണല്ലോ മന്നായുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന കാഴ്ച. അതായത് ചെറിയൊരു അധ്വാനം ഉണ്ട് അവിടെ എന്നർത്ഥം. അപ്പോൾ പ്രഭാതത്തിൽ പോത്തുപോലെ കിടക്കുന്ന ആളുകൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ദൈവസന്നിധാനത്തെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നവർക്ക് ഈ മന്നായുടെ ആ സ്വാദിഷ്ടമായ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ.
അതായത് വെളിപ്പാടുകളില്ലാതെ ദൈവമക്കൾ എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ ഓർക്കുക, ചില സമയങ്ങളിലൊക്കെ നമുക്ക് ആ വെളിപ്പാടുകൾ ലഭിക്കാതെ വരുമ്പോൾ വചനമൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ആഴം പല കാര്യത്തിലും വെളിപ്പെടാതെ വരുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഭയങ്കരമാണ്. അതേസമയം ഓരോരോ സമയങ്ങളിൽ വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പാടുകൾ എന്ന നിലയിൽ തുറന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദവും ഒരു ബലവും ഒന്ന് വേറെ തന്നെയാണ്. പക്ഷെ ഒത്തിരി സഹോദരീ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ അവർ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും ഒരു വെളിപ്പാട് വചനത്തിൽ നിന്ന് പ്രാപിച്ച രീതിയിലല്ല സംസാരിക്കുന്നത്. പക്ഷെ അവർ ശാന്തമായി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒന്നിനും മുട്ടൊന്നുമില്ല. അത്യാവശ്യം ബാങ്ക് ബാലൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കിടക്കാൻ കിടപ്പാടം ഒക്കെ ഉണ്ട്. ഓക്കെ ഞങ്ങൾക്ക് വേണ്ടി സജി പാസ്റ്ററൊക്കെ ഉണ്ടല്ലോ, പിന്നെ മറ്റേ പാസ്റ്റർ ഉണ്ടല്ലോ, പിന്നെ അവരിവരൊക്കെ പ്രാർത്ഥിക്കുമല്ലോ, പിന്നെ പാസ്റ്റർ ഇതൊക്കെ വെളിപ്പാടുണ്ടെന്നല്ലേ പറഞ്ഞേ, അത് പ്രസംഗിച്ചോ, കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. അതൊന്നും പോരാ സഹോദരങ്ങളെ, അതൊന്നും പോരാ. ഞാൻ യോഗ്യനായിട്ടുണ്ടെങ്കിൽ, ഞാൻ വെളിപ്പാടിലാണെങ്കിൽ, ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നെ തന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, കുഞ്ഞാട് തൻ്റെ കാന്തി എന്ന നിലയിൽ എൻ്റെ കൈ പിടിക്കും, നിങ്ങളുടെ ആരുടെയും കൈ പിടിക്കില്ല, നിങ്ങൾ കണ്ടിരിക്കുകയുള്ളൂ. അതേസമയം ഈ പറയപ്പെട്ട നിലയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുകയും നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കുകയും, കുഞ്ഞാടിൻ്റെ കാന്തി എങ്ങനെയാണ് വരുന്നത്? അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകണം. അവള് പൊൻകസവ് കൊണ്ടുള്ള ചിത്രത്തൈലുള്ള വസ്ത്രമൊക്കെ ധരിച്ചാണ് വരുന്നത്. ജീവിതം സമർപ്പിക്കുമ്പോഴാണ്, ജീവിതത്തിലാണ് ഈ ഊടും പാവും ഒക്കെ, ഈ സൂചിയൊക്കെ കയറി ഇറങ്ങിയുള്ള പ്രക്രിയകളൊക്കെ നടക്കുന്നത്. അവിടെയെല്ലാം നാം സന്തോഷിച്ച് ഉല്ലസിക്കണം. കാരണം എന്താ? ഒരുക്കം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കാന്തൻ കരം പിടിക്കും. അതുകൊണ്ട് കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളുമായുള്ളവേ, നീ എന്തിന് സങ്കടപ്പെടുന്നു? നീ എന്തിന് ഭയപ്പെടുന്നു? ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, നൊടി നേരത്തേക്കുള്ള സങ്കടം അതെല്ലാം തേജസ്സിന്റെ നിത്യ ഖനം ഉടിപ്പിച്ചുകൊണ്ട്, വിശേഷപ്പെട്ട വസ്ത്രം ഉടിപ്പിച്ചുകൊണ്ട് കാന്തന്റെ മുമ്പാകെ പരിശുദ്ധാത്മാവ് നമ്മെ നിർത്തുന്ന ദിവസങ്ങൾ ആഗതമായിരിക്കുന്നു. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുകയാണ്. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ജാതി ജാതിയോടും രാഷ്ട്രം രാഷ്ട്രത്തോടും ഒക്കെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം സങ്കടകരമായ കാര്യങ്ങളുണ്ടായി. ഇതെല്ലാം എന്തിൻ്റെ ആരംഭമാണ്? ഇതെല്ലാം കാന്തന്റെ വരവിൻ്റെ ആരംഭങ്ങളാണ്. അതായത് യുദ്ധങ്ങളും യുദ്ധസ്തുതികളും അതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമല്ലേ? അപ്പൊ ഇതെല്ലാം കൺമുമ്പിൽ ഇരിക്കുമ്പോൾ കാന്ത സന്തോഷിച്ചുല്ലസിക്കണം. വസ്ത്രം എങ്ങനെയുള്ളതാണെന്ന് ആരാഞ്ഞു നോക്കണം. വസ്ത്രം അലക്കി വെളുപ്പിക്കണം. ചിത്രത്തൈലുകളുണ്ടോ? പൊൻകസവുകളുണ്ടോ? ഇല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കണം. സത്യവചനത്തിന്റെ കേൾവിക്കായിട്ട് ഏൽപ്പിക്കണം. കേൾക്കുന്ന വചനം ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്ന വചനം ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അങ്ങനെ വിവിധ നിലകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരണം. അപ്പൊ നമ്മുടെ ഈ കൂടിവരവെന്ന് പറയുന്നത്, കുറേ സമയം നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ ഇരുന്നു, പല വാക്യങ്ങളും വായിച്ചു. ഇതിലൂടെ എല്ലാം ആഗ്രഹിക്കുന്ന കാര്യം എന്താ? നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതം ധന്യമായി തീരണം. നാം ദൈവത്തെ ഭയപ്പെടണം. അതാണ് വചനപ്രകാരം നമുക്ക് ലഭിച്ച ഇന്നത്തെ ഒരു ബോധ്യം. വിലപ്പെട്ട ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചു. ആ വാക്യങ്ങളെല്ലാം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഉല്ലസിച്ച് ആനന്ദിച്ച് നമുക്കിന്ന് പ്രാർത്ഥനാപൂർവം പിരിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.